ഹലോ. ഗുഡ് ഈവനിങ് ഓൾ. ഞാൻ കേൾക്കുന്നുണ്ടെന്ന് കരുതുന്നു. കേൾക്കുന്നില്ലേ? ഏതായാലും ഇപ്പോൾ നമുക്ക് തുടങ്ങാം. ഏകദേശം ഒരു 9 മിനിറ്റോളം നമ്മൾ വൈകിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഏതായാലും നമ്മുടെ എൻലേൺ അക്കാദമിയുടെ CUT HCU PG ഓറിയന്റേഷന് വേണ്ടി എത്തിച്ചേർന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ പ്രതീക്ഷിക്കുന്ന ഇവിടെ ഇരിക്കുന്ന എല്ലാവരും സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള CUT എൻട്രൻസ് എക്സാം എഴുതി അടുത്ത 2 വർഷം ഒരു നല്ല സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ PG ചെയ്യാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആളുകളായിരിക്കും. അപ്പോൾ ഇവിടെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലുമൊക്കെ ആയിട്ട് UG കംപ്ലീറ്റ് ചെയ്തവരാണ് ഇവിടെ എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ആരെങ്കിലും ഒക്കെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ UG ചെയ്ത ആളുകളുണ്ട്? ഏതെങ്കിലും ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ? എനിക്ക് ഒന്ന് കമന്റ് ബോക്സിൽ നിങ്ങൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലാണോ അല്ലെങ്കിൽ നിങ്ങൾ UG ചെയ്ത സ്ഥലം ഒന്ന് കമന്റ് ചെയ്യുകയാണെങ്കിൽ നന്നാവും. നമുക്ക് അത് എനിക്ക് ഒന്ന് കൂടി ഓറിയന്റേഷന് ഹെൽപ്ഫുൾ ആവും. അതിൽ ഇന്നത്തെ സെഷനിൽ നമ്മൾ യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന് ജനറലി അറിയപ്പെടുന്ന ഒഫീഷ്യലി യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ് എന്ന് അറിയപ്പെടുന്ന HCUവിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഓറിയന്റേഷൻ ആണ് ഇന്ന് നടത്തുന്നത്. പ്രത്യേകിച്ച് PG കോഴ്സുകൾക്ക് വേണ്ടി. ഞാൻ ആദ്യം എന്നെ പരിചയപ്പെടുത്താം. ഞാൻ ഹാദി മുഹമ്മദ്. ഇപ്പോൾ IMA 4th ഇയർ പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥിയാണ്. കഴിഞ്ഞ 4 വർഷമായിട്ട് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. UGയുടെ ഫസ്റ്റ് 2 പക്ഷം പോലെ സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ എമിനന്റ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും CUT എഴുതിയ കുട്ടികൾ എന്നുള്ള നിലക്ക് അടുത്തൊരു PG ചെയ്യുകയാണെങ്കിൽ അത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ തന്നെ ചെയ്യും എന്ന് തീരുമാനം എടുത്ത ആളുകളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയിപ്പോ ഏത് സെൻട്രൽ യൂണിവേഴ്സിറ്റി, അതായത് നമുക്കറിയാം വളരെ പ്രൊമിനന്റ് ആയിട്ടുള്ള ഒരുപാട് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ ഇന്ത്യയിലുണ്ട്. ഓരോ കോഴ്സിനും ഓരോ ഡിപ്പാർട്ട്മെന്റിനും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ ഓരോ ചില ഡിപ്പാർട്ട്മെന്റുകൾ വളരെ ബെറ്റർ ആയിട്ടുള്ള ബെസ്റ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളുണ്ട്. പ്രത്യേകിച്ച് ഡൽഹി യൂണിവേഴ്സിറ്റി, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, ജാമിയ മില്ലിയ ഇസ്ലാമിയ, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി തുടങ്ങിയ വളരെ പഴക്കം ചെന്ന വളരെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികൾ. ഇത് പിന്നാലെ ഈ അടുത്ത കാലത്തായി വന്നിട്ടുള്ള ചെറിയ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ, CU കേരള, CU ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, കർണാടക, രാജസ്ഥാൻ തുടങ്ങി വളരെ ഏകദേശം 19-ലധികം സെൻട്രൽ യൂണിവേഴ്സിറ്റികളുണ്ട്. അപ്പൊ ഇതിൽ നിങ്ങൾ ഇനിയിപ്പോ ഏതെടുക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷനിലായിരിക്കും. അപ്പൊ എന്റെ ഈ ഒരു ഓറിയന്റേഷന്റെ ഉദ്ദേശം പ്രധാനമായിട്ടും HCUവിനെ കുറിച്ചുള്ള ഒരു ഓവറോൾ ജനറൽ ഓവർവ്യൂ തരിക. അതോടൊപ്പം തന്നെ അതിന്റെ അഡ്മിഷൻ പ്രോസസ്സ് എങ്ങനെയാണ്. പ്രധാനമായിട്ടും അതിന്റെ ഫസ്റ്റ് സ്റ്റേജ് അതിലേക്ക് HCUവിലേക്ക് ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്യുക എന്നുള്ളത് ഓൾമോസ്റ്റ് മറ്റ് യൂണിവേഴ്സിറ്റികളെ പോലെ തന്നെ സിമിലർ ആയിരിക്കും. പക്ഷെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് അതിന്റെ അവിടുത്തെ ഓഫ്ലൈൻ ഇവിടെ എങ്ങനെയാണ്, ഇവിടുത്തെ അഡ്മിഷൻ പ്രൊസീജിയർ എങ്ങനെയാന്നുള്ളതിൽ ചില ഇഷ്യൂടേതായിട്ടുള്ള ചില ഡിഫറൻസുകളുണ്ട്. ഇഷ്യൂ കുറച്ചും കൂടി യൂണീക്ക് ആയിട്ടുള്ള ഒരു മെത്തഡോളജി യൂസ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയാണ്. അപ്പൊ അതിനെക്കുറിച്ചൊരു ബ്രീഫ് ആയിട്ടുള്ള ഒരു ഓവർവ്യൂ തരാം. പിന്നെ അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അത് ചോദിക്കാം. ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച്, സബ്ജക്റ്റിനെ കുറിച്ച് ഒക്കെ. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഒരു കുറഞ്ഞ സമയം കൊണ്ട് ഞാൻ HCUവിനെ കുറിച്ച് പറയാം. ഇപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ, അതായത് എവിടെ ഞാൻ അടുത്ത 2 വർഷം എന്റെ PG ചെയ്യണം എന്ന് ചോദിച്ചാൽ ഞാൻ പറയും 100% സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ് ആണ് അതിന് പറ്റിയ ഏറ്റവും ബെസ്റ്റ് പ്ലേസ് ആണ്. അപ്പോ ഓഫ് കോഴ്സ് ഞാൻ ബാക്കി യൂണിവേഴ്സിറ്റികളെക്കാൾ മികച്ചതാണ് HCU എന്ന് പറയുന്നില്ല. ഞാൻ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് HCU NIRF റാങ്കിങ് പ്രകാരം 4th റാങ്ക് ആയിരുന്നു HCUവിനുണ്ടായിരുന്നത്. ജനറലി NIRFനെ കുറിച്ച് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഇന്ത്യയിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റി മാത്രമല്ല പ്രധാനപ്പെട്ട ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയൊക്കെ ഔദ്യോഗികമായ കേന്ദ്ര സർക്കാർ തന്നെ അതിന്റെ ഗുണനിലവാരം, അക്കാദമിക് ഔട്ട്പുട്ട് ഒക്കെ നോക്കിയിട്ട് അതിനെ റാങ്ക് ചെയ്യുന്ന ഒരു റാങ്കിങ് ഫ്രെയിംവർക്കാണ് NIRF, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിങ് ഫ്രെയിംവർക്ക്. ഒരു ഘട്ടത്തിൽ അതിൽ 4ാം സ്ഥാനത്ത് വരെ യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ് ഉണ്ടായിരുന്നു. പക്ഷെ അതിന് യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദിനൊപ്പം തന്നെ കടപിടിക്കുന്ന യൂണിവേഴ്സിറ്റികളാണ് JMI, DU, JNU ഒക്കെ. പക്ഷെ ബാക്കി സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് HCUവിനെ വ്യത്യസ്തമാക്കുന്ന പ്രധാനപ്പെട്ട ഒരു 3 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്നാമത്തേത് HCUവിന്റെ ക്യാമ്പസ് ആണ്. വാട്ട് ഈസ് സ്പെഷ്യൽ അബൌട്ട് യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രവിശാലമായിട്ടുള്ള
നമുക്ക് നോക്കെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു ക്യാമ്പസാണ്. HCUവിന്റെ ക്യാമ്പസ് എന്ന് പറയുമ്പോൾ ഏകദേശം ഞാൻ അതിശയോക്തി പറയുകയാണെന്ന് വിചാരിക്കുന്നത് 2200-ലധികം ഏക്കർ വിസ്തീർണമുള്ള ഒന്നാണ് HCUവിന്റെ ക്യാമ്പസ്. ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി ലാർജസ്റ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിലൊന്ന്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്യാമ്പസുകളിലൊന്നാണ് HCUവിന്റേത്. അതിൽ പണ്ട് ഇത് തുടങ്ങുന്ന സമയത്ത് 1975-ലാണ് HCU പാർലമെന്റ് ആക്ട് മുഖാന്തരം അത് രൂപീകരിക്കുന്നത്. 50 വർഷത്തെ പഴക്കം യൂണിവേഴ്സിറ്റിക്കുണ്ട്. കഴിഞ്ഞ വർഷം HCU അതിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷിച്ച വർഷമാണ്. ഈ തുടങ്ങുന്ന സമയത്ത് ഇത് ഏകദേശം 2400-ലധികം ഏക്കർ യൂണിവേഴ്സിറ്റി വിസ്തീർണം ഉണ്ടായിരുന്നു. പിന്നീട് അതിന്റെ പല ഭാഗങ്ങളും മറ്റ് പല സ്ഥാപനങ്ങൾക്ക്, വളരെ ഇന്ത്യയിൽ അറിയപ്പെടുന്ന TIRF, അതുപോലെ IIIT, ഇന്ത്യൻ സ്കൂൾ ഓഫ് ബിസിനസ്, IBS, ISB, അതുപോലെ ഗച്ചിബോളി സ്റ്റേഡിയം, ഒരു TSRTC ഡിപ്പോ, ഇങ്ങനെ പല ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്ക് ഭൂമി കൊടുത്തിട്ട് ഏകദേശം 2200-ഓളം ഏക്കർ ഉണ്ട്. ഈ 2200 ഏക്കർ എന്ന് പറയുന്നത് നമ്മുടെ അലിഗഡ് യൂണിവേഴ്സിറ്റി ഒക്കെ പോലെ അത് ഒരു കംപ്ലീറ്റ്ലി ഒരു അക്കാദമിക് ഫുൾ എഡ്യൂക്കേഷണൽ ക്യാമ്പസ് അല്ല. അതിന്റെ ഏകദേശം ഒരു 20-30% മാത്രമാണ് എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ബാക്കി മുഴുവൻ അതെങ്ങനെയാണോ അതിന്റെ ഒരു പ്രകൃതിദത്തമായ രീതിയിൽ നിലനിർത്തിയിരിക്കുകയാണ്. അപ്പൊ ഒരു HCUവിൽ വന്ന ഒരാൾക്ക് ഇത് ഭയങ്കര ഒരു കാട് പിടിച്ച് കിടക്കുന്ന ഒരു വലിയൊരു നാഷണൽ പാർക്ക്, ഒരു ബയോസ്ഫിയർ റിസർവ് പോലെ തോന്നും. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ 2 വർഷം ജീവിക്കുന്ന ഒരു സ്ഥലം എന്നുള്ള നിലയ്ക്ക് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളെ എവിടത്തെ ഒരു ക്യാമ്പസ് ആണ്. ഇപ്പൊ ഞാൻ HCUവിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് നാട്ടിലുള്ള വളരെ പ്രസിദ്ധമായിട്ടുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ കീഴിലുള്ള ഒരു MES കോളേജിൽ 4000-ലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു ക്യാമ്പസിൽ ഞാൻ പഠിച്ചിരുന്നു. വളരെ ചെറിയ ഒരു 4000-ലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ആ ക്യാമ്പസ് ആകെ ഒരു 10 ഏക്കറോളം ഉണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ ഓൾമോസ്റ്റ് സിമിലർ സ്ട്രെങ്ത്. ഈ 2200 ഏക്കറിൽ എന്ന് പറയുമ്പോഴും HCUവിലെ ടോട്ടൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 4500 ആണ്. 4500 വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ബാക്കി 2200-ഓളം ഏക്കർ എന്ന് പറയുന്നത്. ഞാൻ തമാശക്ക് പറയാറുണ്ട്, ഓരോ 2 കുട്ടിക്കും 1 ഏക്കർ വെച്ച് ഇവിടെ സ്ഥലം ഉണ്ടെന്നുള്ളത്. അപ്പൊ എന്തിനാണ് ഇത്രയൊരു വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ക്യാമ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അപ്പാർട്ട് ഫ്രം അക്കാദമിക്സ്, നമ്മൾ ഈ ഒരു രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മളൊരു കുറഞ്ഞ സമയം ഈ ക്യാമ്പസിന് ചെലവഴിക്കുന്നതിന് പുറമെ ബാക്കിയുള്ള സമയം നമുക്ക് നമ്മുടെ ക്യാമ്പസിനകത്ത് തന്നെ ചെലവഴിക്കാം. വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു വർഷം ചിലപ്പോൾ മുഴുവൻ ഇരുന്ന് ഓരോ വീക്കെൻഡിൽ ഓരോ ട്രക്കിംഗ് സ്പോട്ട് വിസിറ്റ് ചെയ്തപ്പോൾ ചിലപ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ് കണ്ടു തീർക്കാൻ കഴിയില്ല. 4 വർഷം പഠിച്ച ഒരു വിദ്യാർത്ഥികളൊക്കെ ഞാൻ പറയട്ടെ, ഞാൻ ഇവിടെ ഇതുവരെ HCUവിന്റെ ക്യാമ്പസ് മുഴുവനായി കണ്ടു തീർത്തിട്ടില്ല. HCUവിലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് IFFU. ഹൈദരാബാദിൽ ഉള്ള പ്രധാനപ്പെട്ട HCUവിൽ നിന്ന് ഏകദേശം 1 മണിക്കൂർ ദൂരം മാത്രമേ ഉള്ളൂ. ഞാൻ അത് നേരിട്ട് പോയിട്ടുണ്ട്. നമുക്കൊരൊറ്റ അരമണിക്കൂർ കൊണ്ട് നടന്ന് തീർക്കാവുന്ന ഒരു ചെറിയ ക്യാമ്പസാണ് അത്. 25 ഏക്കർ മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മളൊരു 2 വർഷം ഒരു ക്യാമ്പസിൽ പഠിക്കുമ്പോൾ ഈ പഠനത്തിന് ശേഷം നമുക്ക് ചെലവഴിക്കാൻ പറ്റിയ വലിയൊരു വിസ്താരമായിട്ടുള്ള ഒരു സ്ഥലം HCUവിലുണ്ട്. അത് ഒരു ബയോസ്ഫിയർ റിസർവ് തന്നെ ഇതിനകത്തുണ്ട്. 3-ലധികം ലേക്കുകൾ, വളരെ വലിയ ലേക്കുകൾ HCUവിനുള്ളിലുണ്ട്. അതിനകത്ത് തന്നെ പല ജീവജാലങ്ങൾ എന്ന് പറയുമ്പോൾ മാനും മയിലും കാട്ടുപന്നിയും ഒക്കെ അടങ്ങിയിട്ടുള്ള, പാമ്പുകളുടെ എടുക്കുകയാണെങ്കിൽ മലമ്പാമ്പും രാജവെമ്പാല വരെയുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. നമ്മുടെ ഹോസ്റ്റലിന്റെ തൊട്ടുപിറകിൽ വരെ മാനും മയിലും ഒക്കെ വരുന്നൊരു പ്രദേശമാണ്. അങ്ങനത്തെ ഒരു നമ്മുടെ IIT മദ്രാസിനെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അങ്ങനെ വളരെ ഗ്രീനിഷ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. നിങ്ങൾ HCUവിന്റെ വെബ്സൈറ്റിൽ പോയാൽ അല്ലെങ്കിൽ അതിന്റെ യൂട്യൂബ് ചാനലിൽ പോയാൽ തന്നെ അതിന്റെ മനോഹരമായിട്ടുള്ള വീഡിയോകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പാർട്ട് ഫ്രം ദിസ്, ഒരു ബയോസ്ഫിയർ റിസർവ്, അതിനകത്തുള്ള ഒരുപാട് ട്രക്കിംഗ് സ്പോട്ടുകൾ, വിർജിൻ റോക്ക്, ടെമ്പിൾ റോക്ക്, ബഫലോ റോക്ക്, മഷ്റൂം റോക്ക് എന്നൊക്കെ പറഞ്ഞ പല വ്യത്യസ്തമായിട്ടുള്ള ട്രക്കിംഗ് സ്പോട്ടുകൾ യൂണിവേഴ്സിറ്റിക്കകത്തുണ്ട്. ഇതിനൊക്കെ പുറമെ ഒരു വ്യക്തിക്ക് തന്റെ ഒരു എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ ബേസിക് ആയിട്ടുള്ള എല്ലാ അമ്യൂണിറ്റീസും യൂണിവേഴ്സിറ്റിക്ക് അകത്തുണ്ട്. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ഹോസ്പിറ്റൽ മുതൽ ബാങ്ക് വരെ യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് കുട്ടികളുടെ മെഡിക്കൽ ആവശ്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു മെഡിക്കൽ ഹെൽത്ത് സെന്റർ ഉണ്ട്. SBIയുടെ ഒരു HCU ബാങ്ക് ബ്രാഞ്ച് യൂണിവേഴ്സിറ്റിക്കകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ചില ഷോപ്പിംഗ് കോംപ്ലക്സുകൾ ക്യാമ്പസിന്റെ പല സൈഡുകളിലായിട്ടുണ്ട്. ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു അങ്ങാടിയിൽ എന്തൊക്കെ കടകൾ ഉണ്ടാവും അതൊക്കെ ഈ ഷോപ്പിംഗ് കോംപ്ലക്സിനകത്തുണ്ട്. അത് ബാർബർ ഷോപ്പ് മുതൽ ലോണ്ടറി, സൂപ്പർ മാർക്കറ്റുകൾ, പല ചാട്ട് കോർണറുകൾ, ക്യാൻറ്റീനുകൾ, ജ്യൂസ് സെന്റർ, അങ്ങനെ ഒരുപാട് പലതരത്തിലുള്ള കടകൾ ഇതിനകത്തുണ്ട്. എത്രത്തോളം വെച്ച് കഴിഞ്ഞാൽ ഷവർമ്മ മാത്രം വിൽക്കുന്ന ഒരു കട പോലും ഈ ഷോപ്പിംഗ് കോംപ്ലക്സിനകത്തുണ്ട്. അപ്പൊ പ്രത്യേകിച്ച് ഒരു ആവശ്യത്തിനും യൂണിവേഴ്സിറ്റിയുടെ പുറത്തേക്ക് ഒരു HCU സ്റ്റുഡന്റിന് പോകേണ്ട ആവശ്യമില്ല. അത്രമാത്രം
ആവശ്യമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഫെസിലിറ്റീസ് ഒക്കെ യൂണിവേഴ്സിറ്റിക്ക് അകത്തുണ്ട്. ക്യാന്റീൻ സൗകര്യം പറയുകയാണെങ്കിൽ ഏകദേശം 10-ലധികം ക്യാന്റീനുകൾ, മെസ് സർവീസിന് പുറമെ, ഹോസ്റ്റലുമായിട്ട് ചേർന്നുള്ള മെസ്സിന് പുറമെ പ്രൈവറ്റ് ആയിട്ടുള്ള 10-ലധികം ക്യാന്റീനുകൾ യൂണിവേഴ്സിറ്റിക്ക് അകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ഒട്ടുമിക്ക ഡിപ്പാർട്ട്മെന്റിന് അല്ലെങ്കിൽ സ്കൂളുകൾക്കും സ്വന്തമായിട്ട് അതിന് തൊട്ടടുത്ത് ഒരു ക്യാന്റീൻ ഉണ്ട്. പിന്നെ ബാക്കി ഫെസിലിറ്റീസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ സ്പോർട്സ് ഒരു പ്രധാനപ്പെട്ട ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിയാണ്. ഓൾമോസ്റ്റ് എല്ലാ സ്പോർട്സ് ഐറ്റത്തിന്റെയും ഫെസിലിറ്റീസ് ക്യാമ്പസിനകത്തുണ്ട്. 2-3 ഫുട്ബോൾ ഗ്രൗണ്ടുകൾ, ക്രിക്കറ്റ് ഗ്രൗണ്ടുകൾ, അതിന് പുറമെ ബാഡ്മിന്റൺ കോർട്ട്, ഒരു ഇൻഡോർ സ്റ്റേഡിയം, അതിനകത്ത് 4 ബാഡ്മിന്റൺ കോർട്ടുള്ള ഒരു വലിയ ഇൻഡോർ സ്റ്റേഡിയം ഉണ്ട്. പിന്നെ ബാസ്കറ്റ് ബോൾ, വോളിബോൾ, ഹാൻഡ്ബോൾ, ഇവർക്കൊക്കെ ആയിട്ടുള്ള സെപ്പറേറ്റ് ബാസ്കറ്റ് കോർട്ടുകളുണ്ട്. ബാസ്കറ്റ് ബോളിന് ഒരു പ്രത്യേക കോർട്ട് ഉണ്ട്, വോളിബോൾ കോർട്ട്, അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ സ്പോർട്സും, ടെന്നീസ് കോർട്ട് വരെ. നമ്മൾ വളരെ ചുരുക്കം ആളുകളെ ഇന്ത്യയിൽ ടെന്നീസ് കളിക്കാറുള്ളൂ, പക്ഷെ ടെന്നീസ് കോർട്ട് HUവിന്റെ അകത്തുണ്ട്. പിന്നെ ടേബിൾ ടെന്നീസ്, എല്ലാ ഹോസ്റ്റലുകളും, ഓൾമോസ്റ്റ് എല്ലാ ഹോസ്റ്റലിനകത്തും ഒരു ടേബിൾ ടെന്നീസ് റൂം ഉണ്ട്. ടേബിൾ ടെന്നീസ് കോർട്ട് എല്ലാത്തിനകത്തും ഉണ്ടാവും. മിക്ക സമയത്തും കുട്ടികൾ ഈ ടേബിൾ ടെന്നീസ് കോർട്ട് ഏകദേശം എല്ലാ സമയത്തും കളിക്കാറുണ്ട്. ഇതാണ് സ്പോർട്സ് ഫെസിലിറ്റീസ്. പിന്നെ അക്കാദമിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് നമ്മുടെ ലൈബ്രറിയാണ്. ഒരുപാട് ലൈബ്രറികൾ യൂണിവേഴ്സിറ്റിക്ക് അകത്തുണ്ട്. പല സ്കൂളുകൾക്കും സ്വന്തമായിട്ട് ലൈബ്രറി ഉണ്ട്. പ്രത്യേകിച്ച് ഡിഗ്രി വിദ്യാർത്ഥികൾ പഠിക്കുന്ന CIS, കോളേജ് ഫോർ ഇന്റഗ്രേറ്റഡ് സ്റ്റഡീസിന് സെപ്പറേറ്റ് ലൈബ്രറി ഉണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട സെൻട്രൽ ലൈബ്രറി എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ലൈബ്രറിയാണ്. 3.5 ലക്ഷം പുസ്തകങ്ങൾ ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ലൈബ്രറി, അതായത് HUവിലെ സെൻട്രൽ ലൈബ്രറിക്ക് അകത്തുള്ളത് 3.5 ലക്ഷം പുസ്തകങ്ങളാണ്. അതിന് പുറമെ ആയിരക്കണക്കിന് ജേണലുകൾ, മറ്റ് ഇന്ത്യയിലെ ലോകത്തിലെ വളരെ പ്രശസ്തമായിട്ടുള്ള പ്രധാനപ്പെട്ട എല്ലാ ജേണലുകളുടെയും, അക്കാദമിക് ജേണലുകളുടെയും ബാക്ക് പേപ്പേഴ്സ്, അത് ബൈൻഡ് ചെയ്തിട്ടുള്ള അതിന്റെ ബാക്ക് വോളിയം അവിടെ ഓഫ് പ്രിന്റഡ് വേർഷൻ ആയിട്ട് തന്നെ അവൈലബിൾ ആണ്. പിന്നെ അതിന് പുറമെ 10-ലധികം ന്യൂസ് പേപ്പേഴ്സ്, ഹിന്ദി, ഇംഗ്ലീഷ്, തെലുഗു, ഉറുദു ഭാഷകളിലുള്ള 10-ലധികം ന്യൂസ് പേപ്പേഴ്സ് യൂണിവേഴ്സിറ്റിക്ക് സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. അത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോയിട്ട് റീഡിംഗ് റൂമിൽ ചെന്ന് വായിക്കാൻ പറ്റും. അതിന് പുറമെ 30-ലധികം വീക്ക്ലീസ്, ഓൾമോസ്റ്റ് നമുക്കറിയാവുന്ന പബ്ലിക്കേഷൻസ്, ഇപ്പോൾ ദ വീക്ക്, ഔട്ട്ലുക്ക്, ഫ്രണ്ട് ലൈൻ, പിന്നെ അതിന് പുറമെ നമ്മുടെ കോമ്പറ്റീഷനുമായി ബന്ധപ്പെടുന്ന യോജന, കുരുക്ഷേത്ര, സിറ്റി കോമ്പറ്റീഷൻ സക്സസ് റിവ്യൂ, അങ്ങനെ അത്തരത്തിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പബ്ലിക്കേഷൻസ്, ഇതൊക്കെ യൂണിവേഴ്സിറ്റി ലൈബ്രറിയിൽ അവൈലബിൾ ആണ്. 24/7 ആണ് യൂണിവേഴ്സിറ്റിയുടെ ടൈം. രാത്രി 3 മണിക്കോ 4 മണിക്കോ എപ്പോൾ വേണമെങ്കിലും പോകാം. ആ സമയത്തൊക്കെ ലൈബ്രറിയിൽ നിങ്ങൾക്ക് ആ കുട്ടികളെ കാണാൻ പറ്റുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ലൈബ്രറിയുടെ ഒപ്പം തൊട്ടടുത്തൊരു റീഡിംഗ് റൂമുകളും വർക്ക് ചെയ്യുന്നുണ്ട്. ക്യാമ്പസിന്റെ 2-3 സ്ഥലങ്ങളിലായി റീഡിംഗ് റൂം ഉണ്ട്. കുട്ടികൾ മിക്ക ഹോസ്റ്റലുകളിലും തൊട്ടടുത്തൊരു റീഡിംഗ് റൂം ഫെസിലിറ്റി ഉണ്ട്. മിക്ക സമയത്തും കുട്ടികൾ പഠിക്കാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്നത് ഈ റീഡിംഗ് റൂമുകളാണ്. പിന്നെയുള്ളത് വൈഫൈ ഫെസിലിറ്റിയാണ്. ഓൾമോസ്റ്റ് ദി എൻറ്റയർ ക്യാമ്പസ് വൈഫൈ കണക്റ്റഡ് ആണ്. നമ്മുടെ ഹോസ്റ്റൽ റൂമുകൾ മുതൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റുകൾ, ക്ലാസ് റൂമുകൾ, എല്ലായിടത്തും വൈഫൈ ഫ്രീ ആയിട്ട് കിട്ടും. നമ്മുടെ ഹോസ്റ്റലിലടക്കം സ്റ്റുഡൻസിന് ഫ്രീ ആയിട്ട് വൈഫൈ കിട്ടും. അതായത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാടും തടാകങ്ങളും ഒഴിച്ചു നിർത്തിയാൽ എല്ലാ സ്ഥലത്തും, അതായത് നമ്മുടെ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ, പബ്ലിക് ഏരിയ, ബാങ്ക്, അതുപോലെ ഓഡിറ്റോറിയം മുതൽ ഓപ്പൺ തിയേറ്ററിൽ വരെ വൈഫൈ കണക്ഷൻ ഉണ്ട്. ഇതിന് പുറമെ ഓൺലൈനായിട്ട് നമ്മൾക്ക് ഓൺലൈൻ റിസോഴ്സസ് ധാരാളം യൂണിവേഴ്സിറ്റി കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു IGML എന്ന് പറയുന്നത്. അന്നത്തെ കാലത്ത് വെറും ഒരു പ്രിന്റഡ് ആയിട്ടുള്ള ഓഫ്ലൈൻ റിസോഴ്സസ് മാത്രം നമുക്ക് പോരാ. ഇന്നത്തെ ടെക്നോളജിയുടെ കാലത്ത് നമുക്ക് ധാരാളം ഓൺലൈൻ ആയിട്ട് അക്കാദമിക് മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. അത് IGML നമ്മളുടെ സെൻട്രൽ ലൈബ്രറി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ പ്രധാനപ്പെട്ട അക്കാദമിക് ഡാറ്റാബേസുകളുടെയും സബ്സ്ക്രിപ്ഷൻ യൂണിവേഴ്സിറ്റിക്ക് ഉണ്ട്. ജേണലുകളുടെ സബ്സ്ക്രിപ്ഷൻ യൂണിവേഴ്സിറ്റി ലൈബ്രറി എടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇത് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഉദാഹരണത്തിന് JSTOR, ലോകത്തിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു അക്കാദമിക് ഡാറ്റാബേസ് ആണ് JSTOR. നമ്മൾ വായിച്ചിരിക്കേണ്ട ഏകദേശം എല്ലാ ആർട്ടിക്കിളുകളും JSTORൽ അവൈലബിൾ ആണ്. JSTOR പെയ്ഡ് ആയിട്ട് ജനറലി നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുള്ളൂ, അതിനൊരു സബ്സ്ക്രിപ്ഷൻ വേണം. പക്ഷെ യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ് അത് പ്രത്യേക സബ്സ്ക്രിപ്ഷൻ എടുത്തത് കൊണ്ട് എല്ലാ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിനും ഫ്രീ ആയിട്ട് അവരുടെ യൂണിവേഴ്സിറ്റി മെയിൽ ID ഉപയോഗിച്ചിട്ട് JSTORലേക്ക് ഉള്ള ആക്സസ് കിട്ടും. അങ്ങനെ ഒരുപാട്
പബ്ലിക്കേഷൻ ഉണ്ട്. ഉദാഹരണത്തിന് ഞാൻ ഒരു പൊളിറ്റിക്കൽ സയൻസ് സ്റ്റുഡന്റ് ആണ്. എക്കണോമിക്സിലെയും പൊളിറ്റിക്സിലെയും ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ജേണൽ എന്ന് പറയുന്നത് EPW ആണ്, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ വീക്കിലി. EPWന്റെ സബ്സ്ക്രിപ്ഷൻ യൂണിവേഴ്സിറ്റിക്ക് ഉണ്ട്. അപ്പൊ ഞാൻ എന്റെ യൂണിവേഴ്സിറ്റി മെയിൽ ID ഉപയോഗിച്ചിട്ട് EPW ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് എനിക്ക് നേരെ ഡയറക്ട്ലി EPW വായിക്കാൻ പറ്റും. ഐ ഡോണ്ട് വാണ്ട് ടു ലുക്ക് അതിന്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സബ്സ്ക്രിപ്ഷൻ എനിക്ക് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനെ ഓൺലൈൻ ആയിട്ടുള്ള റിസോഴ്സും ഓഫ്ലൈൻ ആയിട്ടുള്ള റിസോഴ്സും യൂണിവേഴ്സിറ്റി കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യൂണിവേഴ്സിറ്റിക്ക് ഒരു മെയിൽ ID എല്ലാ സ്റ്റുഡൻസിനും ഉണ്ട്. ഒരു യൂണിവേഴ്സിറ്റിയുടെ നമ്മുടെ ഒരു എല്ലാ സ്റ്റുഡൻസിനും ഒരു സ്റ്റുഡന്റ് ID ഉണ്ടാവും. ഉദാഹരണത്തിന് ആ കുട്ടിയുടെ ഡിപ്പാർട്ട്മെന്റ് നമ്പർ, റോൾ നമ്പർ, ആ കുട്ടി ജോയിൻ ചെയ്ത വർഷം, ഫോർ എക്സാമ്പിൾ 22 IMP03 അല്ലെങ്കിൽ 25 SPMA58 അങ്ങനെ ഒരു നമ്പർ ഉണ്ടാവും വിത്ത് യൂണിവേഴ്സിറ്റി ഡൊമൈൻ @uhyd.ac.in എന്ന് പറഞ്ഞ ഡൊമൈൻ ഉപയോഗിച്ചിട്ടാണ് ഈ മെയിൽ ID. ഈ മെയിൽ ID ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓൺലൈൻ റിസോഴ്സുകളിലേക്കും ഓൺലൈൻ ഡാറ്റാബേസുകളിലേക്കും യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിന് ആക്സസ് ചെയ്യാൻ പറ്റും. ഈ മെയിൽ ID ഉപയോഗിച്ചുകൊണ്ട് യൂണിവേഴ്സിറ്റിയിലെ മൊത്തം ക്യാമ്പസിലെ വൈഫൈ കണക്ഷൻ ഇന്റർനെറ്റ് കണക്ഷൻ ആക്സസ് ചെയ്യാൻ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതിന് പുറമെ യൂണിവേഴ്സിറ്റി വളരെ സ്ഥിരമായിട്ട് ഈ മെയിൽ ഐഡിയിലേക്ക് യൂണിവേഴ്സിറ്റി നടക്കുന്ന എല്ലാ പ്രോഗ്രാംസും അറിയിക്കുന്നു. ഇത്രയും വളരെ വൈബ്രന്റ് ആയിട്ടുള്ള നിരവധി ഡിപ്പാർട്ട്മെന്റ്, 13ഓളം സ്കൂളുകളും 50ലധികം ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാകുമ്പോൾ ഒരുപാട് ഇവന്റ്സ് യൂണിവേഴ്സിറ്റി നടക്കും, ഒരുപാട് സെമിനാറുകൾ, കോൺഫറൻസ്, വർക്ക്ഷോപ്പ്, ഇതൊക്കെ കുട്ടികൾക്ക് കൃത്യമായിട്ട് അറിയിക്കാനുള്ള ഒരു വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ചാനലായിട്ടാണ് യൂണിവേഴ്സിറ്റി ഈ മെയിൽ ID ഉപയോഗിക്കുന്നത്. ആ ഒരു മെയിലിലേക്ക് സ്ഥിരമായിട്ട് കുട്ടികൾക്ക് ഓരോ ഇവന്റിന്റെയും കൃത്യമായിട്ടുള്ള നിർദ്ദേശം കുട്ടികൾക്ക് കിട്ടും. അതുകൊണ്ട് ക്യാമ്പസിൽ നടക്കുന്ന ഒരു ഈ പ്രോഗ്രാം നമുക്ക് മിസ്സായി പോകില്ല. ഇത്ര വലിയ ക്യാമ്പസ്, ഇത്ര വലിയ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെങ്കിൽ നമുക്കത് കൃത്യമായിട്ട് കണക്ട് ആയിരിക്കാൻ ഈ ഇമെയിൽ ID നമ്മളെ സഹായിക്കും. അതിന് പുറമെ ലോകത്തിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പല സ്കോളർഷിപ്പുകൾ, അഡ്മിഷൻ പ്രോസസ്സുകളെ കുറിച്ചും കുട്ടികൾക്ക് യൂണിവേഴ്സിറ്റി ഈ ഇമെയിൽ വഴി നിർദ്ദേശം കൊടുക്കാറുണ്ട്. ചിലപ്പോൾ ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കാം. യൂണിവേഴ്സിറ്റിക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ അവർക്ക് അറിയാവുന്ന ഏതെങ്കിലും ഒരു ചില സ്ഥാപനങ്ങൾ, ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇന്റേൺഷിപ്പ് കോൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് യൂണിവേഴ്സിറ്റി തന്നെ എല്ലാ കുട്ടികൾക്കും അത് വിവരം അറിയിക്കാം. ചിലപ്പോൾ സ്കോളർഷിപ്പുകൾ, ഉദാഹരണത്തിന് കുറച്ച് മുമ്പ് എനിക്ക് റോഡ് സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട ഒരു മെയിൽ യൂണിവേഴ്സിറ്റി അയച്ചിരുന്നു. റോഡ് സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് ഫുള്ളി ഫണ്ടഡ് ആയിട്ട് അഡ്മിഷൻ ലഭിക്കുന്ന ഒരു സ്കോളർഷിപ്പാണ് റോഡ് സ്കോളർഷിപ്പ്. ലോകത്തിലെ തന്നെ ഹൈലി ഡിമാൻഡ് ആയിട്ടുള്ള സ്കോളർഷിപ്പുകൾ ഒന്നാണ്. ആ സ്കോളർഷിപ്പിനെ കുറിച്ചുള്ള ഇൻസ്ട്രക്ഷൻ ആദ്യ അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത സമയത്ത് യൂണിവേഴ്സിറ്റി എല്ലാ കുട്ടികൾക്കും ഈ മെയിൽ ID മുഖേന അറിയിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് യൂണിവേഴ്സിറ്റി മൊത്തത്തിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫെസിലിറ്റി എന്ന് പറയുന്നത്. ഇത് ഓൾമോസ്റ്റ് ഏകദേശം മിക്ക പ്രൊമിനന്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും ഇതിലേറിയോ കുറഞ്ഞോ ഉള്ള രൂപത്തിൽ ഉണ്ടാകുന്നതാണ്. ഇതിന് പുറമെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ അക്കാദമിക് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകളുടെയും മറ്റും ഫെസിലിറ്റീസ് എന്ന് പറയുന്നത്. എല്ലാ ഡിപ്പാർട്ട്മെന്റുകൾക്കും സ്വന്തമായിട്ട് ബിൽഡിങ്ങുകളും നോർമലി ഇൻഫ്രാസ്ട്രക്ചറലി വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്, പ്രത്യേകിച്ച് സയൻസ് സബ്ജക്റ്റുകൾക്ക്. ഇപ്പൊ സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസിന്റെ കെട്ടിടം ഉണ്ടാക്കിയിട്ട് ഏകദേശം ഒരു 10-40 വർഷത്തോളമായി. അതിൻ്റെതായ ഒരു പഴക്കമുണ്ട്. പക്ഷെ ഓൾമോസ്റ്റ് എല്ലാ സയൻസ് സബ്ജക്റ്റുകളുടെയും ബിൽഡിങ്ങുകൾ വളരെ ന്യൂ ആണ്. മാത്രമല്ല അതിന്റെ അനുസരിച്ച് അവരുടെ ലബോറട്ടറി ഫെസിലിറ്റീസും വളരെ അഡ്വാൻസ്ഡ് ആണ്. ഏറ്റവും അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഇന്നത്തെ കാലത്തെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലബോറട്ടറി ഫെസിലിറ്റീസ് എല്ലാ സയൻസ് ഡിപ്പാർട്ട്മെന്റിലും പ്രൊവൈഡ് ചെയ്യുന്നത്, പ്രത്യേകിച്ച് ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് പോലുള്ളതൊക്കെ. ഈ ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി എന്ന് പറഞ്ഞ 3 സബ്ജക്റ്റുകളുടെ ലാബ് ഫെസിലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ചൂസ് ചെയ്യുകയാണെങ്കിൽ. കാരണം നിങ്ങൾ പ്രധാനമായിട്ടും നിങ്ങളുടെ എക്സ്പെരിമെന്റുകളും മറ്റുമൊക്കെ ആയിരിക്കും നിങ്ങളുടെ MSc ടൈം ഉണ്ടാവും. പ്രൊജക്റ്റ് ആയിരിക്കും, വളരെ കുറച്ച് ക്ലാസ്സുകളും കൂടുതൽ സമയം പ്രൊജക്റ്റും ആയിരിക്കും ഒരു MSc സ്റ്റുഡന്റിനെ സംബന്ധിച്ചുണ്ടാവും. അപ്പൊ MSc കോഴ്സിനാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായും നോക്കേണ്ട ഒരു എലമെന്റ് അല്ലെങ്കിൽ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലെ ലബോറട്ടറി ഫെസിലിറ്റീസ് ആണ്. ആ കാര്യത്തിൽ HCU is far ahead. കാരണം ഇവിടുത്തെ കെമിസ്ട്രി, ഫിസിക്സ്, അതുപോലെ സ്കൂൾ ഓഫ് ലൈഫ് സയൻസിന്റെ ഫെസിലിറ്റീസ് ആർ ഫാർ അഹെഡ് ഓഫ് അവർ ടൈം. പ്രത്യേകിച്ച് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ലബോറട്ടറി ഫെസിലിറ്റീസ്, എക്യുപ്മെന്റ്സ് ഉള്ള യൂണിവേഴ്സിറ്റിയാണ് ഹൈദരാബാദ്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഡിപ്പാർട്ട്മെന്റുകൾ. നമ്മുടെ യൂണിവേഴ്സിറ്റിയിലേക്ക് വരുന്ന ഫണ്ടിന്റെ വലിയൊരു ശതമാനം, ഓൾമോസ്റ്റ് 1/3 പോകുന്നത് ഈ സയൻസ് ഡിപ്പാർട്ട്മെന്റുകളിലേക്കും അവിടുത്തെ ഇത്തരത്തിലുള്ള ലബോറട്ടറി എക്യുപ്മെന്റ്സിലേക്കുമാണ്. മാത്രമല്ല കോടിക്കണക്കിന് രൂപയുടെ ഫെലോഷിപ്പും അതുപോലെ തന്നെ ഉള്ള പ്രൊജക്ട് ഫണ്ടിങ് ഈ സ്ഥാപനങ്ങൾക്ക് വരുന്നുണ്ട്.
പുറത്തുനിന്ന് എറാസ്മസിന്റെ അതുപോലെ മറ്റ് ഇന്ത്യയിലെ UGC അടക്കമുള്ള ഫണ്ടിംഗ് ഏജൻസികളുടെ കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് ഈ തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റുകൾക്ക് ലഭിക്കുന്നുണ്ട്. മാത്രമല്ല പ്രൊഫസേഴ്സിന് നേരിട്ട് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും നല്ല അഡ്വാൻസ്ഡ് ലബോറട്ടറി എക്വിപ്മെന്റ്സ് യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇത് പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കിയത് ഇപ്പൊ എന്റെ ചില ക്ലാസ്മേറ്റ്സ്, എന്റെ ബാച്ച്മേറ്റ്സിലെ പലരും അവരുടെ ഇന്റേൺഷിപ്പ് ചെയ്യാൻ വേണ്ടി പല NITകളിലും IITകളിലും ഐസറിലൊക്കെ പോയ സമയത്ത് അവർ പറഞ്ഞത്, ഇപ്പോൾ കെമിസ്ട്രിയിലൊക്കെ സ്റ്റുഡൻസ് പറഞ്ഞത്, അവിടെ നമ്മുടെ യൂണിവേഴ്സിറ്റിയിലുള്ള അത്ര ലബോറട്ടറി ഫെസിലിറ്റീസ് അല്ലെങ്കിൽ എക്വിപ്മെന്റ്സ് അവിടെ ഇല്ല. അപ്പൊ അതുകൊണ്ട് അതൊരു വലിയ ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ പുറത്തു പോകുമ്പോഴാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി എത്രത്തോളം അഡ്വാൻസ്ഡ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റിയതെന്ന് അവർ പറയാറുണ്ട്. മാത്രമല്ല ഇവിടുത്തെ SLS, പ്രത്യേകിച്ച് സ്കൂൾ ഓഫ് ലൈഫ് സയൻസ്, ഇവിടുത്തെ ഏറ്റവും വലിയ ഡിപ്പാർട്ട്മെന്റുകളിൽ ഒന്നാണ്. ആ ഡിപ്പാർട്ട്മെന്റിന്റെ ടോട്ടൽ കോസ്റ്റ് എക്സ്പെൻഡിച്ചർ, ആ കെട്ടിടവും അതിനകത്തെ ഫെസിലിറ്റീസ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം 600 കോടിയോളം രൂപ ചെലവ് വന്നിട്ടുണ്ട് എന്നാണ് കേട്ടിട്ടുള്ളത്. ഇതിനകത്ത് നിരവധി ഇൻക്യുബേറ്റേഴ്സ് ഉണ്ട്. ഇൻക്യുബേറ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം, നിങ്ങൾ കണ്ടെത്തുന്ന കണ്ടുപിടുത്തങ്ങളെ അത് മാർക്കറ്റ് പ്രൊഡക്റ്റ് ആക്കി മാറ്റാനുള്ള നിരവധി സ്റ്റാർട്ടപ്പുകൾ വർക്ക് ചെയ്യുന്ന ഇൻക്യുബേറ്റേഴ്സ് ഈ സ്കൂൾ ഓഫ് ലൈഫ് സയൻസ്, അതായത് ബയോളജി ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഒരു ഡയറക്റ്റ് ഇൻഡസ്ട്രിയൽ എക്സ്പോഷർ കിട്ടാൻ നിങ്ങളെ സഹായിക്കും. ഇതിന് പുറമെ നമ്മുടെ സോഷ്യൽ സയൻസ് ഡിപ്പാർട്ട്മെന്റുകളും മറ്റൊക്കെ വരികയാണെങ്കിൽ അതിന്റെ അവിടുത്തെ റീഡിംഗ് റൂം കപ്പാസിറ്റീസ് ആണെങ്കിലും അവിടുത്തെ ലൈബ്രറി ഫെസിലിറ്റീസ് ആണെങ്കിലും വളരെ വലുതാണ്. അതിന് പുറമെ ക്ലാസ് റൂമിലെ ഫെസിലിറ്റീസ് നോക്കുകയാണെങ്കിൽ ഏകദേശം എല്ലാ ക്ലാസ് റൂമുകളും, ഓൾമോസ്റ്റ് ഓൾ ക്ലാസ് റൂംസ് ആർ ഡിജിറ്റലൈസ്ഡ് ആസ് വെൽ ആസ് എയർ കണ്ടീഷൻ. AC ഇല്ലാത്തൊരു ക്ലാസ് റൂം എന്ന് പറയുന്നതാണ് ഇവിടെ ഒരു എക്സെപ്ഷൻ എന്ന് പറയുന്നത്. അല്ലാതെ AC ഉള്ളത് ഒരു ലക്ഷറി അല്ല. AC ഈസ് എ നോർമൽ തിങ് ഹിയർ. ഇവിടെ AC ഇല്ലാത്ത ഒരു ക്ലാസ് റൂമിൽ AC ഫംഗ്ഷൻ ചെയ്യുന്നില്ലെങ്കിലാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ പോയിട്ട് കംപ്ലൈന്റ് ചെയ്യാറുള്ളത്. ഇപ്പൊ എല്ലാ ക്ലാസ് റൂമുകളിലും AC, പ്രൊജക്ടർ, മൈക്രോഫോൺ, ഈ ഇത്തരത്തിലുള്ള ബേസിക് ആയിട്ടുള്ള ഫെസിലിറ്റീസ് എല്ലാ ക്ലാസ് റൂമുകളിലും അവൈലബിൾ ആണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ്, നമ്മൾ ആര് പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ട് ഒരു കോളേജിനെ, ഒരു യൂണിവേഴ്സിറ്റിയെ, ഒരു ഡിപ്പാർട്ട്മെന്റിനെ നമ്മൾ വിലയിരുത്തേണ്ട നമ്പർ 1 ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അവിടെ ആര് പഠിപ്പിക്കുന്നു എന്നാണ്. എത്ര വലിയ ഫെസിലിറ്റീസ് ഉണ്ടെങ്കിലും അവിടുത്തെ ഫാക്കൽറ്റീസ് അല്ലെങ്കിൽ പ്രൊഫസേഴ്സ് അത്ര ക്വാളിറ്റേറ്റീവ് അല്ലെങ്കിൽ ക്വാളിറ്റി ഉള്ളവരല്ലെങ്കിൽ പിന്നെ അതും ആ ഡിപ്പാർട്ട്മെന്റിന്റെ ക്വാളിറ്റിയെ തന്നെ ബാധിക്കും. ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ഐ ക്യാൻ ഗെറ്റ് ടു ആൻ എക്സ്റ്റെന്റ് ഇവിടുത്തെ ഫാക്കൽറ്റീസ് ഒക്കെ വെരി വെൽ റെപ്യൂട്ടഡ് ആണ്, എക്സ്പീരിയൻസ്ഡ് ആണ്. പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞ പ്രൊമിനന്റ് ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ അധികം ഉള്ളത് പ്രൊഫസേഴ്സ് ആണ്. ഞാൻ യൂണിവേഴ്സിറ്റിയുടെ മൊത്തം ഫാക്കൽറ്റി ലിസ്റ്റ് പരിശോധിച്ച് നോക്കുമ്പോൾ നമ്മുടെ ഈ 3 ഡിഫറെന്റ് സ്റ്റേജ് നോക്കുമ്പോൾ നമുക്കറിയാം 4 പ്രധാനപ്പെട്ട പോസ്റ്റ്സ് ആണ് ഉണ്ടാവാറുള്ളത്. പ്രൊഫസർ, അസോസിയേറ്റ് പ്രൊഫസർ, അസിസ്റ്റന്റ് പ്രൊഫസർ. അതിൽ പ്രൊഫസർമാരാണ് ജനറലി ഏറ്റവും സീനിയർ ആയിട്ടുള്ള, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ. യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദിലെ വലിയൊരു ശതമാനം ഫാക്കൽറ്റീസും പ്രൊഫസേഴ്സ് ആണ്. ഒരു പുതിയൊരു സ്ഥാപനത്തിൽ ഇപ്പോൾ നിങ്ങൾ 3rd ജനറേഷൻ IITകളിൽ അല്ലെങ്കിൽ പുതുതായി തുടങ്ങിയിട്ടുള്ള പ്രൈവറ്റ് സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 3rd ജനറേഷൻ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആഫ്റ്റർ 2013 വന്നിട്ടുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ അധികവും അസിസ്റ്റന്റ് പ്രൊഫസേഴ്സ് ആയിരിക്കും. അതായത് വളരെ റീസെന്റ് കരിയർ സ്റ്റാർട്ട് ചെയ്ത അധ്യാപകരായിരിക്കും. യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ് വളരെ ഏജ് ഓൾഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ട്, ഒരു 50 വർഷത്തെ പഴക്കമുള്ളത് കൊണ്ട് തന്നെ ഏകദേശം പ്രൊഫസേഴ്സ് ഒക്കെ വളരെ പഴക്കമുള്ളതാണ്. ഡിപ്പാർട്ട്മെന്റുകളുടെ അത്ര പഴക്കം പല പ്രൊഫസേഴ്സിനും ഉണ്ടാവും. അപ്പോൾ പ്രൊഫസർമാർ, അതായത് അസിസ്റ്റന്റ് പ്രൊഫസർ, അസോസിയേറ്റ് പ്രൊഫസർ, പ്രൊഫസർ നോക്കുമ്പോൾ ഈ ഫസ്റ്റ് കാറ്റഗറിയിൽ വരുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അവർ അത്യാവശ്യം ഹൈലി റെപ്യൂട്ടഡ് ആയിട്ടുള്ള പ്രൊഫസേഴ്സ് ആണ്. ഇവരുടെയൊക്കെ ഒരു പേ സ്കെയിൽ നോക്കിയാൽ തന്നെ ഇതിന്റെ ക്വാളിറ്റി മനസ്സിലാവും. ഇപ്പൊ യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദിന്റെ പേ സ്കെയിൽ എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രൊഫസർമാർക്കുടെ ശമ്പളത്തിന്റെ സ്റ്റാർട്ടിങ് 1.5 lakh മുതൽ 2.5 ലക്ഷം വരെയാണ്. അസിസ്റ്റന്റ് പ്രൊഫസേഴ്സിന് തന്നെ മിനിമം 80,000 മുതലാണ് ഇവിടുത്തെ പേയ്മെന്റ്, സാലറി പേയ്മെന്റ് കൊടുക്കുന്നത്. അപ്പൊ അത്രമാത്രം റെപ്യൂട്ടഡ് ആയിട്ടുള്ള ആളാണ്. ഇനി ഓരോരുത്തരുടെ ഉദാഹരണം പറയുകയാണെങ്കിൽ ചില ഡിപ്പാർട്ട്മെന്റുകൾ, പ്രത്യേകിച്ച് പൊളിറ്റിക്കൽ സയൻസ്, ലൈഫ് സയൻസ്, അതുപോലെ കെമിസ്ട്രി, ഫിസിക്സ് പോലുള്ള ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ മുഴുവനും പെർമനന്റ് ഫാക്കൽറ്റീസ് മാത്രം വർക്ക് ചെയ്യുന്നത്. അതായത് ഗസ്റ്റ് ഫാക്കൽറ്റീസോ അല്ലെങ്കിൽ ടെമ്പററി റിക്രൂട്ടഡ് ആയിട്ടുള്ള ആളുകൾ ഈ ഡിപ്പാർട്ട്മെന്റുകളിൽ തീരെയില്ല. ഓൾമോസ്റ്റ് നിൽ ആണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് എല്ലാവരും പെർമനന്റ് ഫാക്കൽറ്റീസ് ആണ്, എപ്പോഴും പണ്ട് മുതൽ സ്ഥിരമായിട്ട് ഉള്ള പ്രൊഫസേഴ്സ് ആണ്. മാത്രമല്ല ഇവർക്ക് വലിയ രീതിയിൽ പബ്ലിക്കേഷൻസ് ഉണ്ട്. നമ്മൾ ഈ സയൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രൊഫസർമാരുടെ, എല്ലാ പ്രൊഫസർമാരുടെയും പുറത്തൊരു വലിയ നോട്ടീസ് ബോർഡ് ഉണ്ടാവും. അവരുടെ എല്ലാ പബ്ലിക്കേഷൻസും ഇങ്ങനെ പുറത്ത് പ്രിന്റ് എടുത്തിട്ട് അവർ
ഫ്രെയിം ചെയ്ത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും. ഓൾമോസ്റ്റ് എല്ലാ പ്രൊഫസേഴ്സിനും മിനിമം ഒരു ഡസൻ പബ്ലിക്കേഷൻ ഉണ്ടാവും. നമ്മുടെ സോഷ്യൽ സയൻസ് സബ്ജക്റ്റുകളിലേക്ക് വരികയാണെങ്കിൽ MA ഒക്കെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഓൾമോസ്റ്റ് നിങ്ങളുടെ എല്ലാ പ്രൊഫസേഴ്സും സ്വന്തമായിട്ട് ബുക്ക് ചെയ്തിട്ടുള്ള പ്രൊഫസർ. ഞാൻ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെയും കാര്യമല്ല പറഞ്ഞത്. ദർ ആർ സർട്ടൻ ചില ഡിപ്പാർട്ട്മെന്റുകൾ പ്രൊഫസേഴ്സിന്റെ എണ്ണം കുറവുള്ള ഡിപ്പാർട്ട്മെന്റ്സ് ലൈക്ക് ആന്ത്രോപോളജി. പക്ഷേ മെയിൻ ഡിപ്പാർട്ട്മെന്റ്സ് ലൈക്ക് ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി ഡിപ്പാർട്ട്മെന്റുകളിലെ പ്രൊഫസേഴ്സ് ഒക്കെ വെരി വെൽ റിപ്യൂട്ടഡ് ആണ്. സ്വന്തമായിട്ട് പബ്ലിക്കേഷൻസും സ്വന്തമായി പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ആളുകളാണ്. പലപ്പോഴും നമ്മുടെ റീഡിംഗ് മെറ്റീരിയൽ ആയിട്ട് വരാറുള്ളത് അവരുടെ തന്നെ വർക്കാണ്. അപ്പോൾ നമ്മൾ പഠിപ്പിക്കുന്ന പ്രൊഫസർ എഴുതിയ പുസ്തകമായിരിക്കും ചിലപ്പോൾ നമ്മുടെ കോഴ്സിന്റെ മെറ്റീരിയൽ ആയിട്ട് വരിക. അത്തരം ത്തിലുള്ള നല്ല അറിയപ്പെടുന്ന ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന പൊളിറ്റിക്കൽ സയന്റിസ്റ്റുകൾ, സോഷ്യൽ സയന്റിസ്റ്റുകളാണ് യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദിലുള്ളത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഹിന്ദു ദിനപത്രം വായിക്കുന്നവരാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദിൽ ഒരു സോഷ്യൽ സയൻസ് പ്രൊഫസറിന്റെ ലേഖനെങ്കിലും നിങ്ങൾ അവിടെ കാണാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് ഇപ്പൊ കേരള ഇലക്ഷൻ നടന്നു. അപ്പൊ കേരളത്തിന്റെ ഇലക്ഷൻ കഴിഞ്ഞ് പിറ്റേ ദിവസം ടൈംസ് ഓഫ് ഇന്ത്യ, ദ ഹിന്ദു ദിനപത്രത്തിൽ ആ കേരള ഇലക്ഷന്റെ അനലൈസ് ചെയ്തുകൊണ്ട് എഡിറ്റോറിയൽ പേജിൽ എഴുതിയത് ഇവിടുത്തെ പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെന്റ് HOD ആയിട്ടുള്ള മലയാളിയായിട്ടുള്ള പ്രൊഫസർ KK കൈലാഷ. അപ്പൊ അത്തരം ലീഡിംഗ് പബ്ലിക്കേഷൻ പോലും ആദ്യം അപ്രോച്ച് ചെയ്യുന്നത് SUലെ പ്രൊഫസേഴ്സിനെയാണ്. അതുപോലെ പ്രൊഫസർ ജ്യോതിർമയ ശർമ്മ സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസ് ഡീനാണ്. അദ്ദേഹം 6 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. മുമ്പ് കെമിസ്ട്രിയുടെ ഡീനായിരുന്ന അശ്വിൻ നാംഗ്യ എന്ന് പറയുന്ന പ്രൊഫസർ, നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ അദ്ദേഹത്തിന്റെ സൈറ്റേഷൻ എന്ന് പറയുന്നത് 16,000 ആണ്. 16,000 സൈറ്റേഷൻ ഉള്ള പ്രൊഫസർ. ഇപ്പൊ ഫാക്കൽറ്റീസ് എന്ന് പറയുന്നതും അതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഞാൻ ഇത്രയും പറഞ്ഞത് ഈ ക്യാമ്പസിനകത്തുള്ള ഫെസിലിറ്റീസ് ആണ്. അതിന്റെ ക്യാമ്പസിന്റെ ഏരിയ, സ്പോർട്സ് ഫെസിലിറ്റീസ്, ഹോസ്റ്റൽസ്, മറ്റ് കാര്യങ്ങളൊക്കെയാണ്. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ മറ്റ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് HUവിനെ വ്യതിരിക്തമാക്കുന്നത് ഇവിടുത്തെ അക്കോമഡേഷൻ, അല്ലെങ്കിൽ ഇതൊരു കംപ്ലീറ്റ്ലി റെസിഡൻഷ്യൽ യൂണിവേഴ്സിറ്റി ആണെന്നുള്ളതാണ്. അതായത് ഇവിടെ പഠിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും 100% അക്കോമഡേഷൻ ഉറപ്പാണ്. വേറെ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയും അതിന്റെ നിങ്ങൾ അക്കാദമിക് പ്രോസ്പെക്ട്സ് എടുത്ത് നോക്കിയാൽ തന്നെ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ടാവും, നമുക്ക് എല്ലാ കുട്ടികൾക്കും അക്കോമഡേഷൻ അല്ലെങ്കിൽ ഹോസ്റ്റൽ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും എന്ന് പറയാൻ കഴിയില്ല. പ്രത്യേകിച്ച് DU, ജാമിയ മില്ലിയ ഇസ്ലാമിയ, അതുപോലെ തന്നെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി തുടങ്ങിയുള്ള പല യൂണിവേഴ്സിറ്റികളും ഇനീഷ്യലി നിങ്ങൾക്ക് ഒരു ഹോസ്റ്റൽ ഫെസിലിറ്റി കിട്ടിക്കൊള്ളുന്നില്ല. പിന്നെ അതിനൊക്കെ ഒരുപാട് ക്രൈറ്റീരിയ ഉണ്ട്. മെറിറ്റ് നോക്കി ഹോസ്റ്റൽ കൊടുക്കുന്ന യൂണിവേഴ്സിറ്റികളുണ്ട്. യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ദൂരം നോക്കിയിട്ട് ഹോസ്റ്റൽ ഫെസിലിറ്റി കൊടുക്കുന്ന കുട്ടികൾ. പക്ഷെ ഇവിടെ എല്ലാ കുട്ടികളും എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈദരാബാദിൽ നിന്ന് വരുന്ന കുട്ടികൾ പോലും ഇവിടെ ഹോസ്റ്റൽ ഫെസിലിറ്റി കൊടുക്കുന്നുണ്ട്. ഏകദേശം 25 ഹോസ്റ്റലുകൾ ഇവിടെ ഉണ്ട്. 13 ബോയ്സ് ഹോസ്റ്റലും 12 ഗേൾസ് ഹോസ്റ്റലുമായിട്ട് 25 ഹോസ്റ്റലുകളുണ്ട്. ഡബിൾ ബെഡ്റൂംസ് ആണ് വരുന്നത്. അതായത് ഒരു ബെഡ്റൂമിൽ PhD സ്കോളേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് സിംഗിൾ ബെഡ്റൂം കിട്ടും. PhD സ്കോളേഴ്സിന് ഒരു ആൾക്ക് ഒരു റൂം എന്നുള്ള നിലയ്ക്കായിരിക്കും. MA MSc സ്റ്റുഡൻസിനൊക്കെ അതായത് ഒരു ബെഡ്റൂമിൽ 2 പേര് കിടക്കുന്ന വിധത്തിലുള്ള റൂമുകളാണ് ഉള്ളത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ദേ ആർ വെരി ചീപ്പ്. വെറും 500 രൂപയാണ് ഇവിടുത്തെ ഹോസ്റ്റൽ ഫീ എന്ന് പറയുന്നത് പെർ സെമസ്റ്റർ. അതായത് ഒരു സെമസ്റ്ററിൽ 500 രൂപ എന്ന് പറയുമ്പോൾ ഒരു മാസം അത് 100 രൂപയിൽ താഴെ എന്നാണ്, ഏകദേശം 90 രൂപ. ഇതിന്റെ മൈ തേർഡ് പോയിന്റ് ഈസ് ഓൾസോ ദിസ് ഈസ് വെരി ചീപ്പ് ബട്ട് ദി ബെസ്റ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അതായത് വളരെ കുറഞ്ഞ ചെലവിൽ ഏറ്റവും മികച്ച വിദ്യാഭ്യാസം നേടാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് HU. കമ്പാരേറ്റീവ്ലി മറ്റ് യൂണിവേഴ്സിറ്റികളെ വെച്ച് നോക്കുമ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദിലെ ഫീസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഏകദേശം MA സ്റ്റുഡൻസിന് ഒരു പെർ ഇയർ 6,000, ഒരു 2,000, 4,000 ഈവൻ ഓഡ് സെമസ്റ്ററിലും 2,000 ഈവൻ സെമസ്റ്ററിലും വരുന്ന ഒരു രീതിയിലാണ് ഇതിന്റെ ഇവിടുത്തെ 5,000 to 3,000 വരെയാണ് MA സ്റ്റുഡൻസിന് വരാനുള്ളത്. MSc സ്റ്റുഡൻസിന് കുറച്ചുകൂടി 2,000 രൂപയോളം അധികം ചിലപ്പോൾ വേണ്ടി വന്നേക്കും. ഇത് ഞാൻ എല്ലാ കോഴ്സുകളെ കുറിച്ചല്ല പറയുന്നത്. ദർ ആർ സം കോഴ്സസ്, ചില ഡിപ്പാർട്ട്മെന്റുകൾ കുറച്ച് എക്സ്പെൻസീവ് ആണ്. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും എല്ലാ കോഴ്സുകളും ഒരേ ഫീ അല്ല വാങ്ങുന്നത്. ഉദാഹരണത്തിന് MBA പോലുള്ള വളരെ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള കോഴ്സാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഏകദേശം ഒരു 25,000, 20,000 അതിന് മുകളിൽ ഫീസ് വാങ്ങുന്ന കോഴ്സുകളാണ് MBA, MTech പോലുള്ള കോഴ്സുകൾ. അതുപോലെ പബ്ലിക് ഹെൽത്ത് പോലെ 1 ലക്ഷം രൂപയിലധികം ഫീ വാങ്ങുന്ന കോഴ്സുകളും ഇവിടെ ഉണ്ട്. പക്ഷെ ഇൻ ജനറലി MA ആൻഡ് MSc കോഴ്സ് ആർ വെരി ചീപ്പ്. ഇതിന് പുറമെ ഞാൻ നേരത്തെ പറഞ്ഞ ഹോസ്റ്റൽ ഫീ പറഞ്ഞു. MES ഫീ എന്ന് പറയുന്നത് പെർ ഡേ 70 to 90, അതായത് ഒരു മാസം 2,000 രൂപ മുതൽ 3,000 രൂപ വരെയാണ് നിങ്ങൾ MES ഫീ അടക്കേണ്ടി വരിക.
പിന്നെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫെസിലിറ്റി കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മെഷർ എന്ന് പറയുന്നത് മെഡിക്കൽ ഇൻഷുറൻസ് ആണ്. അതായത് ഒരു 1,50,000 രൂപയുടെ മെഡിക്കൽ ഇൻഷുറൻസ് എല്ലാ കുട്ടികളും ഇൻഷുർഡ് ആണ്. അപ്പൊ എത്ര വലിയ അസുഖം ബാധിച്ചാലും തൊട്ടടുത്തുള്ള ഏറ്റവും നല്ല 5 സ്റ്റാർ ഫെസിലിറ്റിയുള്ള ഹോസ്പിറ്റലിൽ പോയിട്ട് തന്നെ കിടക്കാം. അത് ഇത്ര ഇപ്പോൾ നിങ്ങളുടെ ഒരു 5 ദിവസത്തെ നമുക്ക് കുട്ടികൾക്ക് പല അസുഖങ്ങൾ വരുമ്പോൾ കുട്ടികൾ അഡ്മിറ്റ് ആകുന്ന സമയത്തൊക്കെ 40,000 മുതൽ 50,000 വരെയൊക്കെ ഒരാഴ്ച അഡ്മിറ്റ് ആകുമ്പോൾ ഫീ ഇടുന്ന ഹോസ്പിറ്റലുകൾ ഇവിടെ ഉണ്ട്. പക്ഷെ അതൊക്കെ യൂണിവേഴ്സിറ്റി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. പിന്നെ അതിന് പുറമെ ബേസിക് ആയിട്ടുള്ള വളരെ ചെറിയ അസുഖങ്ങൾക്കൊക്കെ ചികിത്സിക്കാൻ പറ്റുന്ന ഒരു ഹെൽത്ത് സെന്റർ യൂണിവേഴ്സിറ്റിക്ക് അകത്തുണ്ട്. ഇപ്പൊ മെഡിക്കൽ ഇൻഷുറൻസ് എല്ലാ കുട്ടികൾക്കും പെർ മന്ത് 1.5 lakh വരെ കവറേജ് കിട്ടുന്ന മെഡിക്കൽ ഇൻഷുറൻസ് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് എനിക്ക് തോന്നുന്നു ഒരു ജനറൽ ഓവർവ്യൂ എന്നുള്ള നിലക്ക് പറയേണ്ടത്. ഇതിന് പുറമെ ഒറ്റ പോയിന്റ് കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം. അത് ഹൈദരാബാദിനെ കുറിച്ചാണ്. സ്വാഭാവികമായിട്ട് നിങ്ങളൊരു സ്ഥലം ഒരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുമ്പോൾ അത് എവിടെയാണ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ പഠിക്കുന്ന ഒരു സിറ്റി, കാരണം നിങ്ങൾ അടുത്ത 2 വർഷം ആ സ്ഥാപനത്തിൽ മാത്രമല്ല ആ ഒരു സിറ്റിയിൽ കൂടിയാണ് നിങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ അടുത്തൊരു 2 വർഷം ഇപ്പോൾ നിങ്ങൾ യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ് ചൂസ് ചെയ്യുമ്പോൾ അടുത്ത 2 വർഷം നിങ്ങൾ ഒരു ഹൈദരാബാദ് റെസിഡന്റ് കൂടിയാണ്. ആ ഒരു രീതിയിൽ ഐ ക്യാൻ ഗ്യാരണ്ടി യു ദാറ്റ് ഹൈദരാബാദ് ഈസ് ദ മോസ്റ്റ് ലിവബിൾ സിറ്റി ഇൻ ഇന്ത്യ. ഇത് ഞാൻ എന്റെ വാക്കിൽ പറയുന്നതല്ല. ദർ ആർ ഒഫീഷ്യൽ റാങ്കിങ്സ്, അതായത് ഇന്ത്യയിലെ സിറ്റീസിന്റെ ഹാബിറ്റേഷൻ ഫെസിലിറ്റി അല്ലെങ്കിൽ ഇൻഡെക്സ് നോക്കിയിട്ട് നടത്തുന്ന റാങ്കിങ്ങുകളിൽ പല റാങ്കിങ്ങുകളിലും മോസ്റ്റ് ലിവബിൾ സിറ്റി ഇൻ ഇന്ത്യ ആയിട്ട് നമ്പർ 1 ആയിട്ട് വരാറുള്ളത് ഹൈദരാബാദ് ആണ്. അത് അതിൻ്റെതായിട്ടുള്ള കാരണങ്ങളുണ്ട്. കാരണം ഹൈദരാബാദ് എന്ന് പറയുന്നത് വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള, പ്രത്യേകിച്ച് ഒരു IT റെവല്യൂഷന് ശേഷം ബാംഗ്ലൂരിനൊക്കെ ശേഷം ഏറ്റവും കൂടുതൽ IT ആൻഡ് മൾട്ടിനാഷണൽ കമ്പനീസ് വർക്ക് ചെയ്യുന്ന ഒരു സിറ്റിയാണിത്. പക്ഷെ അതേസമയം ബാംഗ്ലൂരിനെ പോലെ അത്ര എക്സ്പെൻസീവ് അല്ല, അതുപോലെ അത്ര കൺജസ്റ്റഡ്, ഒരു ട്രാഫിക് കൺജഷനും ഇല്ല. ഇപ്പോൾ എല്ലാ സിറ്റികളും പോലെ ഇന്ത്യയിലെ ഏകദേശം എല്ലാ സിറ്റികളും പോലെ ഇതിനും ഒരു ഡുവൽ സൈഡ് ഉണ്ട്. ഓൾഡ് സിറ്റി, ന്യൂ സിറ്റി എന്ന് പറയും. ഇപ്പോൾ ഡൽഹിയിൽ പോലെ ഓൾഡ് ഡൽഹി, ന്യൂ ഡൽഹി ഒക്കെ പറയുന്നത് പോലെ ഹൈദരാബാദിനും വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ഭാഗമുണ്ട്, അതുപോലെ ഓൾഡ് സിറ്റി പാർട്ടുണ്ട്. നമ്മുടെ SU സ്ഥിതി ചെയ്യുന്നത് ഇതിന്റെ ഹൈലി ഡെവലപ്ഡ് ആയിട്ടുള്ള ന്യൂ ഏരിയയിലാണ്. ഹൈടെക് സിറ്റി എന്നാണ് നമ്മുടെ SUവിന്റെ തൊട്ടടുത്തുള്ള സ്ഥലത്തിന്റെ പേര് ഹൈടെക് സിറ്റി എന്നാണ്. ഇറ്റ് മെയിൻലി സ്റ്റാൻഡ് ഫോർ ഹൈദരാബാദ് IT ഇലക്ട്രോണിക്സ് ആൻഡ് കൊമേഴ്സ് എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണ് ഹൈടെക് സിറ്റി എന്ന് പറയുന്നത്. ബട്ട് ഫിനാൻഷ്യൽ ഡിസ്ട്രിക്ട് പോലെ വളരെ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ്, അതായത് ആപ്പിൾ, ആമസോൺ, ഗൂഗിൾ, യൂട്യൂബ്, ഒറാക്കിൾ, എക്സെഞ്ചർ പോലെ, പിന്നെ നമ്മുടെ ബിഗ് 4 എന്ന് പറയുന്ന ഡെലോയിറ്റ്, പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ്, KPMG, എക്സെഞ്ചർ പോലുള്ള കമ്പനികൾ വർക്ക് ചെയ്യുന്ന, അത്തരം കമ്പനികൾ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്ന ഒരു സിറ്റി പാർട്ടിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. പിന്നെ എടുത്ത് പറയുകയാണെങ്കിൽ ഹൈദരാബാദ് ഫുഡ് ഈസ് സോ ഗുഡ്. സ്വാഭാവികമായിട്ടും ഏറ്റവും ബാക്കി സിറ്റികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കൾച്ചറലി വളരെ വൈബ്രന്റ് ആയിട്ടുള്ള, ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു സിറ്റിയാണിത്. ഒരുപാട് ടൂറിസ്റ്റ് സ്പോട്ടുകൾ, ഹിസ്റ്റോറിക്കൽ പ്ലേസുകളുണ്ട്. അതിന് പുറമെ ഹൈദരാബാദ് ഫുഡ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ വന്നവർക്കറിയാം, മറ്റു ഒരു സിറ്റിക്കും അവകാശപ്പെടാനില്ലാത്ത വിധത്തിൽ, അല്ലെങ്കിൽ വാട്ട് ഈസ് ബെസ്റ്റ് അബൌട്ട് ഹൈദരാബാദ് എന്ന് വെച്ചാൽ അത് ഫുഡാണെന്ന് ഞാൻ പറയാം. ഹൈദരാബാദ് ഫുഡ് ഈസ് സോ ഗുഡ്. അപ്പാർട്ട് ഫ്രം ദാറ്റ്, നമ്മുടെ ഡയറക്ട്ലി നമ്മൾ ബാധിക്കുന്ന പ്രധാനപ്പെട്ട 2 കാര്യം ഇവിടുത്തെ എയർ ക്വാളിറ്റി ആൻഡ് ക്ലൈമറ്റ് ആണ്. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഹൈദരാബാദ് ഹാസ് വെരി ഗുഡ് ക്ലൈമറ്റ് ആൻഡ് പ്ലസ് എയർ ക്വാളിറ്റി. നമ്മുടെ യൂണിവേഴ്സിറ്റി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ബയോഡൈവേഴ്സിറ്റി ഉള്ള, അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി റിച്ച് ആയിട്ടുള്ള, വൈൽഡ് ലൈഫ് ഉള്ള, നാച്ചുറൽ വെജിറ്റേഷൻ ഉള്ള ഒരു യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ കമ്പാരേറ്റീവ് വളരെ കംഫർട്ടബിൾ ക്ലൈമറ്റും കുറച്ചുകൂടി നല്ല ഒരു എയർ ക്വാളിറ്റിയും കൂടുതലായിരിക്കും യൂണിവേഴ്സിറ്റിയിൽ. എപ്പോഴും ഇവിടുത്തെ ടെമ്പറേച്ചർ കുറവാണ് യൂണിവേഴ്സിറ്റിക്കകത്ത്. പുറത്തെ ആക്ച്വൽ ടെമ്പറേച്ചർ എന്താണോ അതിനേക്കാൾ 2-3 ഡിഗ്രി കുറവായിരിക്കും യൂണിവേഴ്സിറ്റിക്കുള്ളിൽ. അത്രമാത്രം തടാകങ്ങളും ചതുപ്പ് നിലങ്ങളും മരങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദിനകത്ത് കുറച്ചുകൂടി ഒരു കൂൾ ക്ലൈമറ്റ് ആയിരിക്കും ഉണ്ടാവുക. പിന്നെ നോർമൽ ക്ലൈമറ്റ് ടെമ്പറേച്ചറിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങളിവിടെ എല്ലാവരും കേരളത്തിലുള്ളവരായതുകൊണ്ട് കേരളത്തിനേക്കാൾ കുറച്ച് കൂടി എക്സ്ട്രീംസിലോട്ട് പോകും. അതായത് കേരളത്തിനേക്കാൾ കുറച്ച് കൂടുതൽ ചൂടുണ്ടാവും, കേരളത്തിനേക്കാൾ കുറച്ച് കുറവ് തണുപ്പ് വരുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ തണുപ്പായിരിക്കും. ബട്ട് ഈ കമ്പയറിംഗ് ടു നോർത്ത് ഇന്ത്യൻ സിറ്റീസ്, നമുക്കറിയാം ബാക്കി സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഒക്കെ നോർത്ത് ഇന്ത്യയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ അതിനെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ നോർത്ത് ഇന്ത്യയേക്കാൾ വളരെ കുറച്ചുകൂടി ഇക്വിറ്റബിൾ ആയിട്ടുള്ള ക്ലൈമറ്റ് ആണ്. നോർത്ത് ഇന്ത്യയിൽ പോലെ വളരെ എക്സ്ട്രീംസിലോട്ട് പോവില്ല. ഒരു 40 ഡിഗ്രി വരെ ചൂടൊന്നും പോകാറില്ല. അതുപോലെ -5 അല്ലെങ്കിൽ ഒരു 5 ഡിഗ്രി സെൽഷ്യസിന് താഴോട്ട് തണുപ്പും പോകാറില്ല.
ഇപ്പോൾ ക്ലൈമറ്റ് അല്ലെങ്കിൽ വെതർ, എയർ ഈ 3 ഘടകങ്ങൾ വെച്ച് നോക്കുമ്പോൾ ബാക്കി സെൻട്രൽ യൂണിവേഴ്സിറ്റികളെ അപേക്ഷിച്ച് ഇതിനൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. കാരണം ഹൈദരാബാദിനേക്കാൾ അല്ലെങ്കിൽ ഒപ്പം നിൽക്കുന്ന ബാക്കി യൂണിവേഴ്സിറ്റികൾ എന്ന് പറയുന്നതൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഈ ഡൽഹി ക്യാപിറ്റൽ റീജിയണിൽ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലാണ്. ലൈക്ക് DU, JNU, JMI, AMU, BHU പോലുള്ള യൂണിവേഴ്സിറ്റീസ് ആണ്. അപ്പൊ അവിടുത്തെ ഒരു ബെറ്റർ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു ബെറ്റർ ആയിട്ട് SU ഒക്കെ ഓഫർ ചെയ്യാനുള്ളത് ഈ ഹൈദരാബാദിന്റെ കൂൾ ക്ലൈമറ്റ് ആൻഡ് ക്വാളിറ്റി എയർ ആണ്. ഇതാണ് ടോട്ടലായിട്ട് എനിക്ക് ജനറൽ ഓവർവ്യൂ പറയാനുള്ളത്. ഇപ്പോൾ ഇഫ് ഐ കം ബാക്ക് ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഐ ആസ്ക്, എന്തുകൊണ്ട് SU എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ SUലുള്ള ഓൾമോസ്റ്റ് ഓൾ ഫെസിലിറ്റീസും ബാക്കി സെൻട്രൽ യൂണിവേഴ്സിറ്റികളും ഉണ്ടായേക്കാം. ചിലപ്പോൾ അത്ര നല്ല ഡിപ്പാർട്ട്മെന്റുകൾ മറ്റ് യൂണിവേഴ്സിറ്റികൾ ഉണ്ടായേക്കാം. ചിലപ്പോൾ അത്തരത്തിലുള്ള നല്ല ഫാക്കൽറ്റീസ് മറ്റ് യൂണിവേഴ്സിറ്റികൾ ഉണ്ടാകും. പക്ഷേ HUവിനെ പ്രത്യേകിച്ചും മറ്റ് യൂണിവേഴ്സിറ്റികളെക്കാൾ ബെറ്റർ എന്ന് പറയുന്നത് 3 കാര്യങ്ങളാണ്. ഞാൻ നേരത്തെ അവസാനമായിട്ട് പറഞ്ഞ കംഫർട്ടബിൾ വെതർ ആൻഡ് ഗുഡ് ക്വാളിറ്റി എയർ. രണ്ടാമത്തേത് 100% അക്കോമഡേഷൻ, ഫുള്ളി റെസിഡൻഷ്യൽ ആയിട്ടുള്ള ക്യാമ്പസ്, പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും താമസ സൗകര്യം ഒരുക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി. അതായത് ഇന്ന് നിങ്ങൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് നിങ്ങൾക്ക് ഹോസ്റ്റൽ അഡ്മിഷൻ കിട്ടും. അതായത് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന ദിവസം രാത്രി നിങ്ങൾക്ക് നിങ്ങളുടെ ഹോസ്റ്റലിൽ കിടന്നുറങ്ങാം. ആ ഒരു ഫെസിലിറ്റി ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു. തേർഡ് തിങ് ഇസ് കമ്പാരിറ്റീവ്ലി ചീപ്പർ. മറ്റ് പല യൂണിവേഴ്സിറ്റി, പ്രത്യേകിച്ച് DU, PU പോലുള്ള യൂണിവേഴ്സിറ്റിയുടെ ഒരു ഫീ സ്ട്രക്ചർ വെച്ച് നോക്കുമ്പോൾ ഹൈദരാബാദ് ഈസ് ചീപ്പർ. ഇത്രയാണ് എനിക്ക് SUവിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അഡ്മിഷൻ പ്രൊസീജിയർ പറയുകയാണെങ്കിൽ ഇറ്റ്സ് ഓൾമോസ്റ്റ് സെയിം. അപ്പൊ നിങ്ങൾ CUT പരീക്ഷയ്ക്ക് എഴുതിയവരാണെങ്കിൽ സമർത്ഥ് പോർട്ടലിൽ തന്നെയാണ് ഇതിന്റെ അഡ്മിഷൻ നടക്കുന്നത്. അപ്പോൾ ആ അഡ്മിഷന്റെ ഡാഷ്ബോർഡ് ആണെങ്കിലും സ്ട്രക്ചർ ആണെങ്കിലും ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. നിങ്ങൾ ബാക്കി സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഒക്കെ ചെയ്യുന്നത് പോലെ നമ്മൾ CUTക്ക് അപ്ലൈ ചെയ്ത് ഓൾമോസ്റ്റ് സിമിലർ പാറ്റേണിലുള്ളതായിരിക്കും. അത് ഏകദേശം സിമിലർ വെബ്സൈറ്റ് ആയിരിക്കും. ആ വെബ്സൈറ്റിന്റെ യൂസർ ഇന്റർഫേസ് ഒക്കെ സെയിം ആയിരിക്കും. പിന്നെ ഇവിടുത്തെ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് നമ്മുടെ അഡ്മിഷൻ ഓൾറെഡി അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ ഓൺലൈൻ ആയിട്ടാണ് SU അഡ്മിഷൻ പ്രോസസ് നടക്കുന്നത്. സാധാരണ രീതിയിൽ SUവിൽ അഡ്മിഷൻ നടക്കാറുള്ളത് ഓഫ്ലൈൻ ആയിട്ടാണ്. അതായത് അഡ്മിഷൻ ആവശ്യമുള്ള താല്പര്യമുള്ള എല്ലാ കുട്ടികളും ഇവിടെ വന്നിരിക്കണം. സോ 10 സീറ്റാണുള്ളതെങ്കിൽ അവരൊരു 1:12 രീതിയിൽ ഒരു വലിയ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. ഒരു 120 കുട്ടികളുടെ ലിസ്റ്റ് ആയിരിക്കും പ്രസിദ്ധീകരിക്കുക 10 സീറ്റിന്. അപ്പൊ ആ 120 കുട്ടികൾ ആരൊക്കെ വരുന്നു, ആ കുട്ടികളിൽ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് എന്ന രീതിയിൽ അല്ലെങ്കിൽ അവരുടെ റാങ്ക് ബേസ് ചെയ്തിട്ട് അഡ്മിഷൻ കൊടുക്കുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്രാവശ്യത്തെ ഒരു നോട്ടിഫിക്കേഷൻ നോക്കുമ്പോൾ ഇത് ഓൺലൈൻ ആയിട്ടാണ് നടക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 8-ാം തീയതി, അതായത് ഇന്ന് 5-ാം തീയതി ആയിട്ടുണ്ട്. ഏകദേശം 3 ദിവസം കൂടിയാണ് അപ്ലിക്കേഷന് സമയമുള്ളത്. 8-ാം തീയതി അഡ്മിഷൻ ക്ലോസ് ചെയ്യും. അത് കഴിഞ്ഞാൽ 19-ാം തീയതി ഷോർട്ട് ലിസ്റ്റ് കാൻഡിഡേറ്റ്സിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് നടക്കുന്നത് ഓൺലൈൻ ആയിട്ടാണ് ഇതിന്റെ പ്രോസസ്സ്. എങ്ങനെ ആയിരിക്കും ഇതിന്റെ ഓൺലൈൻ പ്രൊസീജിയർ എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. ഇതിൽ പറയുന്നത് ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഓരോ സെപ്പറേറ്റ് രീതിയായിരിക്കും. അതായത് ഇതൊരു ഡിപ്പാർട്ട്മെന്റുകൾക്കായിരിക്കും ഓട്ടോണമി. അതായത് നിങ്ങൾ ഏത് ഡിപ്പാർട്ട്മെന്റിന് അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ ഇന്റർവ്യൂ പ്രോസസ്സ്, അതായത് എങ്ങനെയാണ് നിങ്ങളെ ഈ ഓൺലൈൻ വഴി സ്ക്രീൻ ചെയ്യുക എന്നുള്ളത് ഓരോ ഡിപ്പാർട്ട്മെന്റും തീരുമാനിക്കാം. അതിൽ പറയുന്നത് ദ മോഡ് ഓഫ് ഇന്റർവ്യൂ വിൽ ബി ഇന്റിമിഡേറ്റഡ് ബൈ റെസ്പെക്റ്റീവ് അക്കാദമിക് യൂണിറ്റ്സ് എന്നാണ്. പക്ഷെ അവരതിന് ഡേറ്റ് കൊടുത്തിട്ടുണ്ട് 21 ജൂൺ 29, 30, ജൂലൈ 1 ഈ 3 ദിവസങ്ങളിലായിരിക്കും ഓൺലൈൻ ഇന്റർവ്യൂ എന്ന് മാത്രമാണ് നോട്ടിഫിക്കേഷനിൽ പറയുന്നത്. പിന്നെ അതിനുശേഷം തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾ ആരൊക്കെയാണ് ആ ലിസ്റ്റിൽ ഓൺലൈൻ ഇന്റർവ്യൂവിൽ ആരൊക്കെ സെലക്ട് ആയി എന്നുള്ളത് 9-ാം തീയതി, ജൂലൈ 9-ാം തീയതി അറിയിക്കും. അതായത് ഒരു മാസത്തെ പ്രോസസ് ഉണ്ട്. 8-ാം തീയതി അഡ്മിഷൻ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ജൂലൈ 9-ാം തീയതിയാണ് ഇതിന്റെ ഫൈനൽ ലിസ്റ്റ്. അപ്പൊ ആദ്യം ഒരു ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ്സിന്റെ വിളിക്കും. അതായത് മിക്കവാറും അത് 1:12 രീതിയിലായിരിക്കും. ഒരു ഡിപ്പാർട്ട്മെന്റിൽ 20 സീറ്റാണുള്ളതെങ്കിൽ 240 കുട്ടികളുടെ ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. എന്നിട്ട് അതിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടാവും. പ്രോബബിലി ഇന്റർവ്യൂ എന്ന് പറയുന്നത് നിങ്ങളുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആയിരിക്കാനാണ് സാധ്യത. നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഡോക്യുമെന്റ്സിന്റെ ഒറിജിനൽ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതായിരിക്കും. എങ്ങനെയായിരിക്കും ഇന്റർവ്യൂ എന്നുള്ളത് ഓരോ ഡിപ്പാർട്ട്മെന്റും തീരുമാനിക്കും. അത് കഴിഞ്ഞിട്ട് ഇന്റർവ്യൂവിൽ നിന്ന് സെലക്ട് ആയവരുടെ ലിസ്റ്റ് ജൂലൈ 9-നായിരിക്കും പ്രസിദ്ധീകരിക്കുക. അത് കഴിഞ്ഞിട്ട് 9 to 12 ജൂലൈ 9 മുതൽ 12-ാം തീയതി വരെ നിങ്ങൾക്ക് ഫീ പേ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഓൺലൈൻ ആയിട്ട് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ നടക്കുന്നത് 13, 16 തീയതികളിലാണ്. അത് കഴിഞ്ഞ് 20-ാം തീയതിയാണ് നിങ്ങൾ ഇവിടെ വരേണ്ടത്. ഈ പ്രോസസ് ഒക്കെ കഴിഞ്ഞ് അവസാനം സെലക്ട് ആയിട്ടുള്ള കുട്ടികൾ
20-ാം തീയതി മുതൽ 22-ാം തീയതി വരെയാണ് ഇതിന്റെ ഓഫ്ലൈൻ കൗൺസിലിംഗ് നടക്കുക. ഇവിടെ അഡ്മിഷൻ കൗൺസിലിംഗ് അവിടെ വെച്ച് നടക്കും. അത് MA സ്റ്റുഡൻസിന് ഒരു ദിവസം, MSc സ്റ്റുഡൻസിന് ഒരു ദിവസം, അങ്ങനെ രീതിയിലായിരിക്കും. 20 മുതൽ 21, 22 തീയതികളിൽ ഇവിടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ പോലുള്ള കാര്യങ്ങൾ, ഫിസിക്കലി നിങ്ങൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ ഡോക്യുമെന്റ്സിന്റെ ഓഫ്ലൈൻ വെരിഫിക്കേഷൻ നടക്കും. അത് കഴിഞ്ഞ് ജൂലൈ 23 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അതായത് ഇപ്പൊ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ സെലക്ട് ആയാൽ അടുത്ത ജൂലൈ 23 തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലാണ് പ്രോസസ് ഉള്ളത്. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും MSc ബയോടെക്നോളജി, MCA, MTech കോഴ്സുകൾക്ക് ബാധകമാണ്. കാരണം ദേ ആർ ഫോളോയിങ് സെപ്പറേറ്റ്. ഈ കോഴ്സുകൾ CUT വഴിയല്ല. MCA CUTക്ക് പകരം നിംസെറ്റ് എന്ന് പറഞ്ഞ എക്സാം ആണ് ഫോളോ ചെയ്യുന്നത്. ബാക്കി പ്രധാനമായിട്ടുള്ള എല്ലാ MA MSc കോഴ്സുകളും MPA ഫിസിക്കൽ ആർട്സ് കോഴ്സുകളും CUT വഴിയാണ്. ഇതാണ് ഇതിന്റെ അഡ്മിഷൻ പ്രോസസ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അഡ്മിഷൻ പ്രൊസീജിയറിനെ കുറിച്ചോ അല്ലെങ്കിൽ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ് വൈസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും കോഴ്സിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അതുപോലെ ജനറലി യൂണിവേഴ്സിറ്റിയെ കുറിച്ച് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാൻ തോന്നുന്നു. ഏകദേശം അരമണിക്കൂറിലധികമായി നമ്മളിവിടെ സംസാരിക്കുന്നു. സോ എനിവേ, താങ്ക് യു. ഹലോ ഹലോ ഹലോ, പറഞ്ഞോളൂ. കേൾക്കാമോ? അല്ല, കേൾക്കുന്നുണ്ടോ? കേൾക്കാം. കഴിഞ്ഞ പ്രാവശ്യം സോഷ്യോളജി എത്രയായിരുന്നു കട്ട് ഓഫ് എന്ന് അറിയാമോ? ഓരോ ഡിപ്പാർട്ട്മെന്റിനും കട്ട് ഓഫ് ഓരോ വർഷവും മാറിക്കൊണ്ടേയിരിക്കും. അല്ല, കഴിഞ്ഞ പ്രാവശ്യം എത്ര ആയിരുന്നു ഏകദേശം? ഇപ്പൊ ഇപ്രാവശ്യത്തെ തുടങ്ങുന്നതേ ഉള്ളൂ അല്ലേ? അത് ഞാൻ ചോദിച്ചിട്ട് പറയാം. ഐ വിൽ ഷെയർ മൈ നമ്പർ. ഒരു സെക്കൻഡ്, നമ്പർ ഒന്ന് പറഞ്ഞു. ഞാൻ ചാറ്റ് ബോക്സിൽ വിൽ പുട്ട് മൈ നമ്പർ. ഓക്കെ. ജനറലി ഒരു 200-ന് മുകളിലുള്ളതൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യബിൾ ആണ്. കാരണം ഓരോ വർഷത്തും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ ആ വർഷത്തെ എക്സാമിന്റെ ഡിഫിക്കൽട്ടി അനുസരിച്ചാണ്. ഇപ്പൊ ഒരു വർഷം ചിലപ്പോൾ 200 300 മാർക്കിൽ 200 ഉണ്ടെങ്കിൽ അതൊരു കംഫർട്ടബിൾ, നമുക്ക് ചെറിയൊരു ചാൻസ് പറയാം. കാരണം ഇവിടുത്തെ പൊളിറ്റിക്കൽ സയൻസ് കഴിഞ്ഞ പ്രാവശ്യം പോയത് ഏകദേശം 200 വരെയാണ്. 200 വരെ പോയിട്ടുണ്ട് അല്ലേ? 200 വരെ പോയിട്ടുണ്ട്. അപ്പൊ സോഷ്യോളജി അതിലേറെ പോകും. അതിന്റെ മേലെയാണോ? 200-ന് മുകളിൽ, അതായത് 225 ഒക്കെ ആണെങ്കിൽ കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ടോ? പോസിബിലിറ്റി ഉണ്ട്. നമുക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല. ഓക്കെ. അല്ല, ചോദിച്ചില്ല നമുക്ക് ഇപ്പോഴത്തെ പിന്നെ അതുമല്ല, സൈക്കോളജി കുറച്ചുകൂടി ഹയർ. ഇവിടെ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ് അത്ര വലിയ ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് ഞാൻ പറയില്ല. ബട്ട് സൈക്കോളജിയെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. സോ ഓക്കെ. ഞാൻ ചോദിച്ചു. ഓക്കെ. ഹലോ. സൈക്കോളജിയിൽ ഇവിടെ കുറച്ച് ഡിമാൻഡ് കൂടുതലായതുകൊണ്ട് സാധാരണ രീതിയിൽ 250 ഒക്കെയാണ് കട്ട് ഓഫ് വരാറുള്ളത്. അതിന് താഴോട്ട് പോയില്ല എന്നല്ല ഞാൻ പറയുന്നത്. മുൻ വർഷങ്ങളിൽ ഒരു 300 മാർക്കിൽ 250 മാർക്ക് വരെ നിങ്ങൾക്ക് വേണ്ടി വരും. പിന്നെ MCOM കോഴ്സ് യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദിലില്ല. ഇപ്പൊ ഒരുപാട് കട്ട് ഓഫ് ഇൻ ജനറൽ നമുക്കൊരു പർട്ടിക്കുലർ ഇതിൽ പറഞ്ഞ ഓൺ ആവറേജ് പറയുകയാണെങ്കിൽ 200-ന് മുകളിലുള്ളത് ഒരു പോസിബിലിറ്റി ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ജിം ഫെസിലിറ്റീസിനെ കുറിച്ച് ചോദിച്ചിരുന്നു. യെസ്, ഇവിടെ ഓപ്പൺ ജിം ഉണ്ട്. ബോയ്സിനും ഗേൾസിനും യൂണിസെക്സ് ജിം ഉണ്ട്. അതിൽ ഓൾമോസ്റ്റ് എല്ലാ എക്യുപ്മെന്റ്സും ഉള്ള, ആഴ്ചയിൽ ഏകദേശം ഹോളിഡേസ് ഒഴികെ എല്ലാ ദിവസവും വർക്ക് ചെയ്യുന്ന ജിം ഉണ്ട്. അതിന് പുറമെ ഫീമെയിൽ ജിംനേഷ്യം വേറെ ഉണ്ട്. അതിന് പുറമെ യോഗ സെന്ററും ഫെസിലിറ്റിയും ഇവിടെ ഉണ്ട്. പിന്നെ ഹോസ്റ്റലിലെ മെസ് ഫുഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് വേരീസ് ഫ്രം ഓരോ ഹോസ്റ്റലിനും ഡിഫറെന്റ് ആയിട്ടുള്ള. 25 ഹോസ്റ്റലുകൾക്കായിട്ട് 12ഓളം മെസ് ഫെസിലിറ്റി ആണുള്ളത്. ഓരോ 2 ഹോസ്റ്റലിനും ഒരു മെസ് എന്നുള്ള രീതിയിലാണ് സാധാരണ വർക്ക് ചെയ്യുന്നത്. ലേഡീസിന് സെപ്പറേറ്റ്,
മെസ്സാണ്. പിന്നെ മെസ്സ് റൺ ചെയ്യുന്നത് സ്റ്റുഡൻസ് ആയിരിക്കും. ഓരോ മാസത്തിലും 2 മെസ് സെക്രട്ടറീസ് വീതമുണ്ടാവും. ഒരു ഡെമോക്രാറ്റിക്കലി എലക്ട് ചെയ്യുന്ന ഒരു മെസ് സെക്രട്ടറീസ് ആണ് റൺ ചെയ്യുക. അവരാണ് മെസ് നടത്തിക്കൊണ്ടു പോകാറുള്ളത്. പിന്നെ അതില് ഒരു ഈ മെസ് ഫെസിലിറ്റി മെസ് സെക്രട്ടറി ആണെങ്കിലും വർക്ക് ചെയ്യുന്നത് മെസ് വർക്കേഴ്സ് ആയിരിക്കും. പിന്നെ ഫുഡ് നോർമലി സൗത്ത് ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻ ഫുഡ് രണ്ടിന്റെയും കൂടി ഒരു മിക്സ് ആയിരിക്കും ഉണ്ടാവുക. പിന്നെ ഇത് തെലുങ്കാനയാണ്. അപ്പോ ഒരു കുറച്ചുകൂടി ഒരു തെലുഗു ലെവലുള്ള ഫുഡായിരിക്കും. ഒരിക്കലും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എക്സാക്ട് ഫുഡല്ല. ബട്ട് റൈസ് അതുപോലെ നോർത്ത് ഇന്ത്യയുടെയും സൗത്ത് ഇന്ത്യയുടെയും മിക്സ്. ബോത്ത് റൊട്ടി, ചപ്പാത്തി, റൈസ് ഒക്കെ ഉള്ളതായിരിക്കും. അതുപോലെ സാമ്പാർ, ഒരു സൗത്ത് ഇന്ത്യൻ റെപ്രസെന്റേറ്റീവ് എന്നുള്ള രീതിയിൽ സാമ്പാറും ഉണ്ടാവും. നോർത്ത് ഇന്ത്യ റെപ്രസെന്റ് ചെയ്തിട്ട് ദാലും ഉണ്ടാവും. ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് ആൾസോ. എല്ലാ ദിവസവും ഡിഫറെന്റ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും. മെനു വളരെ ഡൈവേഴ്സ് ആണ്. ഒരിക്കലും നിങ്ങൾക്ക് ഡെയിലി അപ്പാർട്ട് ഫ്രം ദ റൈസ് ആൻഡ് ചപ്പാത്തി ഒപ്പം വരുന്ന ഇതൊക്കെ വളരെ ഡിഫറെന്റ് ആയിരിക്കും. ഓരോ ദിവസവും ഓരോ മെനു ആയിരിക്കും. ഒരാഴ്ചയിലേക്ക് ഒരു മെനു എന്നുള്ള രീതിയിലാണ് വരാറുള്ളത്. പിന്നെ പുറമെ നോൺ വെജ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് സ്പെഷ്യൽ ഫെയർ വരും എക്സ്ട്രാ. ചിക്കൻ ബിരിയാണി, ചിക്കൻ കറി പോലുള്ള നോൺ വെജ് മെറ്റീരിയൽസും വരാറുണ്ട്. MSc ബയോടെക്നോളജി CUT വഴി അല്ല. അവിടെ MSc ഇവിടുത്തെ ബയോളജി 8 സ്ട്രീംസ് 8ഓളം കോഴ്സുകൾ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അതില് ഏകദേശം എല്ലാ കോഴ്സുകളിലും കൂടെ ബയോടെക്നോളജി എന്നുള്ളൊരു സഫിക്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. എലിമെന്റ് ബയോളജി ആൻഡ് ബയോടെക്നോളജി എന്ന്. MSc ബയോടെക്നോളജി GAT B റിസൾട്ട് അത് മാത്രം, ആ സ്കോർ മാത്രം ആണ് നോക്കുന്നത്. CUT സ്കോർ ഉപയോഗിച്ചിട്ട് ഇല്ല. ആൻഡ് ഇഫ് യു വാണ്ട് ടു നോ എനി കട്ട് ഓഫ് ആൻഡ് ഫീ സ്ട്രക്ചർ കറക്റ്റ് അറിയുന്നവര് യു ക്യാൻ പേഴ്സണലി മെസ്സേജ് മീ. നമുക്ക് ചോദിച്ചിട്ട് പറയേണ്ടി വരും. സോഷ്യോളജി എത്രയാണ്? 200+ ഒരു നല്ല മാർക്കാണ്. ഏത് സബ്ജക്റ്റ് ആണെങ്കിലും 200+ ജനറലി ഒരു അപ്ലൈ ചെയ്യണം എന്നാണ് പറയാം. ഒരിക്കലും നമുക്കൊരു പർട്ടിക്കുലർ നമ്പർ പറയാൻ പറ്റില്ല. കഴിഞ്ഞ വർഷം 250 വന്ന മാർക്ക് അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഒരു കോഴ്സ് ചിലപ്പോൾ ഈ വർഷം 200-ലോട്ട് പോകാൻ സാധ്യതയുണ്ട്. ഈ വർഷം ചിലപ്പോൾ കഴിഞ്ഞ വർഷം 200 വരെ പോയിരുന്ന കട്ട് ഓഫ് പോയ സബ്ജക്ട് ചിലപ്പോൾ 250 വരെ. അങ്ങനെ ഓരോ വർഷവും നല്ല വേരിയേഷൻസ് വരാറുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 200 മാർക്കിന് മുകളിലുള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. മോളിക്കുലർ ബയോളജി ഐ വിൽ ലെറ്റ് യു നോ. ഇരുന്നൂറ് മാർക്കിന് മുകളിലുള്ള എല്ലാവരും അപ്ലൈ ചെയ്തോളൂ എന്നാണ് ഞാൻ പറയും. കാരണം പ്രാവശ്യം ഓൺലൈൻ വെരിഫിക്കേഷൻ കൂടി ആയതുകൊണ്ട് ഇവിടെ വരേണ്ട ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. സ്പോട്ട് അഡ്മിഷൻ ഇല്ല. ഇവിടെ മാർക്ക് ലിസ്റ്റ് ഓൾറെഡി പ്രസിദ്ധീകരിക്കും. സാധാരണ രീതിയിൽ ആ ലിസ്റ്റിൽ വരുന്ന എല്ലാവരും ഇവിടെ വരലായിരുന്നു പതിവ്. ഇപ്പോ ആ ലിസ്റ്റിൽ വരുന്ന ആളുകളെ ഓൺലൈനായിട്ട് തന്നെ ഓൺലൈൻ വെരിഫിക്കേഷൻ ആണ്. ഓൺലൈൻ ഇന്റർവ്യൂ, പിന്നെ മെറിറ്റ് ലിസ്റ്റ്. അതിന് മാറ്റം ഉണ്ടാവില്ല. അപ്പോ നോ സ്പോട്ട് അഡ്മിഷൻ. സാറേ, മറ്റ് യൂണിവേഴ്സിറ്റികളിൽ ഈ പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെന്റിനെ വേറിട്ടേർക്കുന്ന ഒരു പ്രത്യേകത ഉണ്ട്. ഈ പൊളിറ്റിക്കൽ സയൻസ് ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? അതേപോലെ ഇന്ത്യയിലെ ബെസ്റ്റ് പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഇവിടുത്തെ. വേറെ ഏത് ഡിപ്പാർട്ട്മെന്റ്? അപ്പൊ ചിലപ്പോ നിങ്ങൾ JMI ഇല്ലേ, JNU ഇല്ലേ എന്നൊക്കെ ചോദിക്കും. ബട്ട് ഞാൻ മനസ്സിലാക്കട്ടെ, അറ്റ്ലീസ്റ്റ് നമ്മുടെ അവിടുത്തെ സ്റ്റുഡൻസ് പറയുന്നിടത്തോളം ഈ JNUവും JMI ഒക്കെ വളരെ നല്ല പൊളിറ്റിക്കൽ സയൻസ് കോഴ്സ് അല്ലെങ്കിൽ നല്ല ഡിപ്പാർട്ട്മെന്റുകളായിരുന്നു. പക്ഷെ അവിടുത്തെ ഏറ്റവും നല്ല പ്രൊഫസേഴ്സ് ഒക്കെ റിട്ടയർ ആയി കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എക്സെപ്റ്റ് എ ഫ്യൂ ലൈക്ക് അജയ് ഗുഡവർത്തി ആൻഡ് സഫാരി ആർ സ്റ്റിൽ ദേർ ഇൻ JNU. പക്ഷെ അതിനപ്പുറത്തേക്ക് ആ ഒരു അവരുടെ കാലം കഴിഞ്ഞ സ്ഥിതിക്ക് ഇപ്പോ HU ഈസ് ദ ഫോർമോസ്റ്റ്. എന്തുകൊണ്ട് പറയുകയാണെങ്കിൽ ഫസ്റ്റ് തിങ് 19 പ്രൊഫസർമാർ, 19 പെർമനന്റ് ഫാക്കൽറ്റീസ്, ഒറ്റ ഗസ്റ്റ് ഫാക്കൽറ്റി പോലും ഇല്ല. 0 ഗസ്റ്റ് ഫാക്കൽറ്റീസ് ആൻഡ് 19 ഇവിടുത്തെ യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദിലെ ഏറ്റവും വലിയ ഡിപ്പാർട്ട്മെന്റുകളാണ്. അതുപോലെ 100 കണക്കിന് PhD സ്കോളേഴ്സ്. അങ്ങനെ മാത്രമല്ല, ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല പൊളിറ്റിക്കൽ സയന്റിസ്റ്റുകൾ പഠിപ്പിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. പിന്നെ ഡിപ്പാർട്ട്മെന്റിനുള്ളിൽ തന്നെ ഏറ്റവും കൂടുതൽ വരുന്നത് പ്രൊഫസേഴ്സ് ആണ്. ഒരു അസോസിയേറ്റ് പ്രൊഫസർ
6 or 7 അസിസ്റ്റന്റ് പ്രൊഫസേഴ്സ്, ബാക്കി എല്ലാവരും പ്രൊഫസർമാരാണ്. അത് സീനിയർ പ്രൊഫസർമാരാണ് പഠിപ്പിക്കുന്നത്. മാത്രമല്ല പഠിക്കുന്ന സമയത്ത് തന്നെ ഫെലോഷിപ്പ് അങ്ങനെ എന്തെങ്കിലും കിട്ടുമോ? അങ്ങനെ എന്തൊരു അത് സംഭവം ഇറ്റ്സ് ഡിപ്പെൻസ് ഓൺ യു. അത് യൂണിവേഴ്സിറ്റിയുടെ ഒരു യൂണിവേഴ്സിറ്റി ഫെലോഷിപ്പ് ഉണ്ട്, ഡാക് സ്കോളർഷിപ്പ് എന്ന് പറയും. അതിന് പുറമെ അതൊരു പല ക്രൈറ്റീരിയകൾ വെച്ച് യൂണിവേഴ്സിറ്റി എല്ലാ സ്റ്റുഡൻസിനും കൊടുക്കുന്നതാണ്, ഡിപ്പാർട്ട്മെന്റ് ആയിട്ടില്ല. പിന്നെ അതല്ലാതെ പുറത്ത് നിങ്ങൾക്ക് കേരള ഗവൺമെന്റിന്റെ സ്കോളർഷിപ്പുകളുണ്ട്, ചീഫ് മിനിസ്റ്റർ സ്കോളർഷിപ്പ്, അങ്ങനെ ബാക്കിയുള്ള ഫെലോഷിപ്പുകൾ നോക്കേണ്ടി വരും. ഈ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ്, പ്രത്യേകിച്ച് വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള ആളുകൾക്ക് എത്രത്തോളം ഉണ്ട്. അത് അവർക്ക് ഒരു സീറ്റ് കിട്ടാനുള്ള ഹൈ ചാൻസ് കൂടുതലാണ്. അവരുടെ കട്ട് ഓഫ് വളരെ കുറവായിരിക്കും. എല്ലാ ഡിപ്പാർട്ട്മെന്റിലും മിനിമം ഒരു സീറ്റ്, ഒന്നോ അതിൽ കൂടുതൽ സീറ്റ് ആയിരിക്കും. പൊളിറ്റിക്കൽ സയൻസിൽ സീറ്റ് എത്രയാണ് ഞാൻ പറഞ്ഞുതരാം. ഇനി കട്ട് ഓഫ് വളരെ കുറവായിരിക്കും. അല്ല, ഈ ലൈബ്രറി അതേപോലെ യൂണിവേഴ്സിറ്റി ഒക്കെ മൊത്തത്തിൽ എത്രത്തോളം ആക്സസിബിൾ ആണ്? അല്ല, എൻ്റെ യൂണിവേഴ്സിറ്റി ഡിഫറെന്റ്ലി ഏബിൾഡ് ഫ്രണ്ട്ലി ആണ്. എത്രത്തോളം വെച്ചാൽ എല്ലാ ബിൽഡിങ്സിനും റാമ്പ് ഉണ്ടാവും. മാത്രമല്ല ലിഫ്റ്റ്, എല്ലാ അക്കാദമിക് യൂണിറ്റുകളിലും റാമ്പ്, അതുപോലെ ലിഫ്റ്റ്, ടാക്ടൈൽ ടൈൽസ് ഉണ്ടാവും. പിന്നെ സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസിന് ഒരു വിഷ്വൽ മാപ്പ്, ഒരു ഓൺലൈൻ മാപ്പ് സംവിധാനം ഉണ്ട്. അതെങ്ങനെ വർക്ക് ചെയ്യുന്നത് നമുക്കറിയില്ല, ബട്ട് ഒരു QR കോഡ് സ്കാൻ ചെയ്താൽ കിട്ടും. എല്ലായിടത്തും ഈ ടാക്ടൈൽ ടൈൽസ്, ലിഫ്റ്റ്, അതുപോലെ റാമ്പും ഉണ്ടാവും. പിന്നെ ഹോസ്റ്റലുകളിൽ ലിഫ്റ്റ് ഇല്ല, പക്ഷെ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഗ്രൗണ്ട് ഫ്ലോറിലെ ഗസ്റ്റ് റൂംസ് ആണ് കൊടുക്കുക. അല്ലെങ്കിൽ ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോറിലെ ഏറ്റവും ആദ്യത്തെ റൂം, നമ്മുടെ ഹോസ്റ്റലിൽ കയറി ചെന്നാൽ ആദ്യത്തെ റൂമുകളായിരിക്കും ഈ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് കൊടുക്കുക. ലൈബ്രറിയിലൊക്കെ ഒരു സെപ്പറേറ്റ് റൂം, അതേപോലെ കമ്പ്യൂട്ടർ ഫെസിലിറ്റീസ് ഒക്കെ ചില യൂണിവേഴ്സിറ്റിയിലൊക്കെ ഉണ്ട്. ഇവിടെ അങ്ങനെ കൊടുക്കുന്നില്ല, പക്ഷെ ഐ ഹാവ് സീൻ നമ്മൾ അങ്ങനത്തെ ആളുകൾക്ക് അങ്ങനത്തെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡിവൈസുകളായിരിക്കും അവരുടെ കയ്യിലുണ്ടാവുക. അങ്ങനത്തെ ലാപ്ടോപ്സ് യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്, ഇങ്ങനെ വോയിസ് കേൾക്കുന്ന ലാപ്ടോപ്സ് യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്. അതുപോലെ ജനറലി കുട്ടികൾ ഉപയോഗിക്കാറുള്ള അങ്ങനത്തെ ഒരുപാട് സോഫ്റ്റ്വെയർസ് ഇപ്പൊ അവൈലബിൾ ആണ്. ഇപ്പൊ നമ്മുടെ റീഡിംഗ് മെറ്റീരിയൽ മറ്റൊക്കെ ആണെങ്കിൽ അത് AI ഉപയോഗിച്ചുകൊണ്ട് വിഷ്വൽ അത് റീഡ് ചെയ്ത് തരുന്ന, നമുക്ക് ടെക്സ്റ്റ് ടു വോയിസ് ഫെസിലിറ്റി ഉള്ള സോഫ്റ്റ്വെയറുകൾ ഉണ്ട്. അത് വെച്ചിട്ടാണ് അവരൊക്കെ ചെയ്യാറുള്ളത്. പിന്നെ അതിന് പുറമെ എക്സാമിന്റെ സമയത്ത് സ്ക്രൈബ് പൂൾ ഉണ്ട് ഇവിടെ. അപ്പോൾ കൃത്യമായിട്ടുള്ള സ്ക്രൈബ് അവർക്ക് പ്രൊവൈഡ് ചെയ്യും. മാത്രമല്ല ഒരു 12 മിനിറ്റ് റിലാക്സേഷൻ ടൈം കൂടി അവർക്ക് കിട്ടും, കോമ്പൻസേഷൻ ടൈം. പിന്നെ മെസ്സിൽ സെപ്പറേറ്റ് ഡൈനിങ് ടേബിൾ അവർക്കുണ്ട്, അവർക്ക് ഒരു പ്രത്യേക കെയർ ടേക്കർ ഉണ്ടാവും. സർ, താങ്ക് യു. പിന്നെ പൊളിറ്റിക്കൽ സയൻസിൽ 2 സീറ്റാണ്, 2 സീറ്റ് റിസർവ്ഡ് ആണ്. പിന്നെ പേഴ്സണൽ ഇന്റർവ്യൂ ഇത്തവണ ഉണ്ടാകും, അത് എങ്ങനെ ആയിരിക്കും എന്ന് നമുക്കറിയില്ല. ഈ വർഷം തുടങ്ങിയതാണ്. ഇതുവരെ PhDക്ക് മാത്രമാണ് ഇന്റർവ്യൂ ഉണ്ടാവാറുള്ളത്. നോർമലി ഉണ്ടാവുന്നത് ഇവിടെ ഒരു പേഴ്സണൽ കൗൺസിലിംഗ് ആണ്. അതൊരു ജസ്റ്റ് ഒരു ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ മാത്രമായിരുന്നു, വേറെ ഒന്നും ഉണ്ടാവാറില്ല. പക്ഷെ ഈ വർഷം ഒരു ഇന്റർവ്യൂ എന്ന് പറയുന്നുണ്ട്. അത് എങ്ങനെ ആയിരിക്കും എന്നുള്ളത് ഓരോ ഡിപ്പാർട്ട്മെന്റുകൾക്കും തീരുമാനിക്കാം എന്നാണ് യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുള്ളത്. സോ ആസ് ഫാർ ആസ് നമുക്ക് ഇതുവരെ വി ഡോണ്ട് നോ എങ്ങനെ ആയിരിക്കും അതെന്നുള്ളത്. ഈ സമർത്ഥ് പോർട്ടൽ ഇഷ്യൂ ഡോണ്ട് നോ. ആർക്കെങ്കിലും സ്പെഷ്യലി കട്ട് ഓഫ് അല്ലെങ്കിൽ സീറ്റ് ഫീസ് സ്ട്രക്ചർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്, യു ക്യാൻ പേഴ്സണലി കോൺടാക്ട് മീ. ഈ MA പൊളിറ്റിക്കൽ ഞാൻ DU ആൻഡ് JNUവിന്റെ പൊളിറ്റിക്കൽ സയൻസ് സിലബസ് എങ്ങനെയാണെന്ന് അറിയില്ല. മറ്റ് യൂണിവേഴ്സിറ്റികൾ വെച്ച് നോക്കുമ്പോൾ ഇവിടെ അങ്ങനെ സ്പെഷ്യലൈസേഷൻ ഇല്ല. JNUവിലും JMAയിലൊക്കെ IR ഡിപ്പാർട്ട്മെന്റ്, IR കോഴ്സ് ഉണ്ട്. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ MA പൊളിറ്റിക്കൽ സയൻസ് മാത്രമേ ഉള്ളൂ. ഇവിടെ വളരെ മൾട്ടി ഡിസിപ്ലിനറി ആണ്.
കുറെ കൂടി നിങ്ങൾക്കൊരു എലക്റ്റീവ് കോഴ്സ് പുറത്തുനിന്ന് എടുക്കേണ്ടി വരും. പിന്നെ എലക്റ്റീവ്സ് ധാരാളം ഉണ്ട്. ആദ്യത്തെ 2 വർഷം, ആദ്യത്തെ 2 സെമസ്റ്ററിൽ, അത് ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്കൊരു 4 കോർ കോഴ്സുകൾ വരും. അത് കമ്പൽസറി ആയിട്ട് നിങ്ങൾ പഠിക്കണം. ഇന്ത്യൻ പൊളിറ്റിക്കൽ തോട്ട്, അതുപോലെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ഇന്റർനാഷണൽ റിലേഷൻസ്, പൊളിറ്റിക്കൽ തിയറി, ഇങ്ങനെ ബേസിക് ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും വരിക. പബ്ലിക് പോളിസി, ഡെമോക്രസി, അങ്ങനത്തെ ചില ബേസിക് ആയിട്ടുള്ള കോഴ്സുകളാണ് വരിക. അത് കഴിഞ്ഞിട്ട് 3rd and 4th കോഴ്സിൽ 2 കോഴ്സ് മാത്രമാണ് കമ്പൽസറി വരുന്നത്. ബാക്കിയുള്ളതൊക്കെ എലക്റ്റീവ് ആണ്. അതിൽ വളരെ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. കണ്ടംപററി പൊളിറ്റിക്സ് ഇൻ ചൈന, കണ്ടംപററി പൊളിറ്റിക്സ് ഇൻ നോർത്ത് ഈസ്റ്റ്, അഡ്വാൻസ്ഡ് പൊളിറ്റിക്കൽ തിയറി, തീംസ് ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ്, പിന്നെ IR-ന്റെ തന്നെ പല കോഴ്സുകൾ. ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു സിലബസ് സ്ട്രക്ചർ വരുന്നത്. അറ്റൻഡൻസ് ഈസ് വെരി സ്ട്രിക്റ്റ്. മറ്റ് യൂണിവേഴ്സിറ്റികളെ അപേക്ഷിച്ച് ഇന്ത്യയിൽ തന്നെ അറ്റൻഡൻസ് ക്രൈറ്റീരിയ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് SCU. 75% മാൻഡേറ്ററി ആവശ്യമാണ്. അതായത് 75% എന്ന് പറയുമ്പോൾ ഒരു 50 ക്ലാസ് നടന്നിട്ട് 40 ക്ലാസ് അവറാണ് ഒരു വർഷം, ഒരു സെമസ്റ്ററിൽ നടന്നിട്ടുണ്ടെങ്കിൽ യു ഹാവ് ടു അറ്റൻഡ് മിനിമം 30. 75% മാൻഡേറ്ററി ആണ്. ഇൻ കേസ് ഇനി മെഡിക്കൽ എമർജൻസി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വെച്ച് കഴിഞ്ഞാൽ ഒരു 5% റിലാക്സേഷൻ കിട്ടും. — 75% ഇല്ലെങ്കിൽ എക്സാം എഴുതാൻ പറ്റില്ല. Any other questions? ഹലോ Hello. ഹലോ പറഞ്ഞോളൂ. can you hear me? So സോഷ്യോളജി ഡിപ്പാർട്ട്മെന്റ് എങ്ങനെയുണ്ട് HU? കമ്പാരേറ്റീവ്ലി കൊള്ളാം. അതായത് ഒരു ആസ് പെർ 1 ഇൻഡെക്സ് മുമ്പ് നടന്ന ഒരു റാങ്കിങ്ങില് സോഷ്യോളജി ഏഷ്യയിലെ ബെസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ പറഞ്ഞ റാങ്കിങ് ഉണ്ടായിരുന്നു. ഞാൻ അതിന് അങ്ങനെ സപ്പോർട്ട് ചെയ്യും. ഇന്ത്യയിലെ ബെസ്റ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് ഇറ്റ്സ് കമ്പാരേറ്റീവ്ലി ഗുഡ്. ഇവിടെ നല്ല പ്രൊഫസേഴ്സ് ഉണ്ട്. പൊതുവെ കൊള്ളാവുന്ന പ്രൊഫസേഴ്സ് ആർ ഗുഡ്. ആണല്ലേ? എല്ലാ പ്രൊഫസർമാരും പെർമനന്റ് ഫാക്കൽറ്റീസ് ആണ്. ജനറലി അറ്റ്ലീസ്റ്റ് MA പെർമനന്റ് ഫാക്കൽറ്റീസ് ആണ് പഠിപ്പിക്കുന്നത്. MBA 2 MBA ഉണ്ട് ഇവിടെ. MBA ജനറൽ, MBA ഹെൽത്ത് കെയർ. ഇതിൽ രണ്ടും CUT വഴിയല്ല. ബാക്കി SUലെ കോഴ്സുകൾ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി എക്സ്പെൻസീവ് ഫീസാണ് ഇത്. പക്ഷെ ബാക്കി മറ്റ് സ്ഥാപനങ്ങൾ, IIM പോലുള്ള സ്ഥാപനങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ ഫീസ് കുറവാണ്. ആക്ച്വൽ ഫീസ് സ്ട്രക്ചർ അല്ല, ബട്ട് നിയർലി 30K ഒക്കെ മുകളിൽ പെർ സെമസ്റ്റർ ഫീ വരുന്നുണ്ടോ തോന്നുന്നു. അത് CAT എക്സാം വഴിയാണ് എന്നാണ് എൻ്റെ ഓർമ്മ. എക്സലുണ്ട്. MBA ഹെൽത്ത് കെയർ എടുക്കണമെന്നുണ്ടെങ്കിൽ യു നീഡ് മെഡിക്കൽ ഡിഗ്രി ഇൻ UG. അതായത് UGക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മെഡിക്കൽ MBBS, PDS അല്ലെങ്കിൽ പാരാമെഡിക്കൽ ആയിട്ടുള്ള BPharm, നഴ്സിംഗ്, അങ്ങനത്തെ ഏതെങ്കിലും ഒരു കോഴ്സ് ചെയ്താൽ MBA ഹെൽത്ത് കെയർ കിട്ടുള്ളൂ. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഫീൽഡിലേക്കാണ് പോവുക. NCC ഇല്ല യൂണിവേഴ്സിറ്റിയിൽ. NSS ഉണ്ട്, NCC ഇല്ല. നിലവിലില്ല, വന്നേക്കാം. MSc മോളിക്കുലർ ബയോളജി ഇറ്റ്സ് ഗുഡ് ഹിയർ. അതിന്റെ കട്ട് ഓഫ് എക്സാക്ട്ലി എത്രയാന്നുള്ളത് അറിയില്ല. ഐ വിൽ ആസ്ക് ആൻഡ് ടെൽ യു. ഓൾ ബയോളജി ഡിപ്പാർട്ട്മെന്റ്സ് ആർ ഗുഡ്. സ്കൂൾ ഓഫ് ലൈഫ് സയൻസ് ഇന്ത്യയിലെ കമ്പാരേറ്റീവ്ലി ബെസ്റ്റ് ആണ് ഇവിടെ. ഗുഡ് ഫെസിലിറ്റി ഉണ്ട് ഇവിടെ. വേറെ എന്തെങ്കിലും സ്പെസിഫിക് ചോദ്യം ചോദിക്കാനുണ്ടോ? ഏകദേശം 1 മണിക്കൂറിലേറെ. ഉദീഫ് ഉണ്ടോ അവിടെ? ഹലോ, ഓഡിബിൾ ആണോ? NCC കാഡറ്റ്സിന് ഇതിൽ അങ്ങനെ
സ്പെഷ്യൽ റിസർവേഷൻ ഇല്ല. യൂണിവേഴ്സിറ്റിയിൽ NCC സംവിധാനവും ഇല്ല. പിന്നെ മാത്സ് കട്ട് ഓഫ് ആണ് ഉദ്ദേശിച്ചത്. കട്ട് ഓഫ് എക്സാക്ട്ലി എത്രയെന്ന് അറിയില്ല. പ്ലീസ് സെൻഡ് മെസ്സേജ്. പേഴ്സണലി ഒന്ന് മെസ്സേജ് അയച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ എൻ്റെ നമ്പർ ഒന്നുകൂടി ഷെയർ ചെയ്യാം. വേറെ ആർക്കും ചോദിക്കാനല്ലോ? I think we can conclude the session. അപ്പോൾ ഏതായാലും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഉടൻ തന്നെ യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദിൽ അല്ലെങ്കിൽ ഒരു നല്ലൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ തന്നെ നിങ്ങളുടെ PG പഠനം നടത്താൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. ഇവിടെ കഴിഞ്ഞ ഒരു മണിക്കൂറോളം സമയം ഇവിടെ ചെലവഴിച്ചതിന് നന്ദി അറിയിക്കുന്നു. പിന്നെ ക്ഷണിച്ച എൻലിയൺ അക്കാദമിക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.